ദൈവമായ കർത്താവെ, ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ സൗഖ്യവും മരുന്നും വാക്സിനും ഒക്കെ ലഭിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണം. കൃപകൾ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഇന്ന് ദൈവവചനം നമ്മോട് പറയുന്നവരെ അനുഗ്രഹിക്കണമേ. കൃപകൾ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ ഏകരാധനയും പരിശുദ്ധാത്മാവിനെയും എന്നാളും മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ. ബഹുമാനപ്പെട്ട ജോജി അച്ഛൻ, ബഹുമാനപ്പെട്ട YMCA പ്രസിഡന്റ് ജോർജ് ജെയിംസ്, ബഹുമാനപ്പെട്ട ഡോക്ടർ ലബി ഫിലിപ്പ് മാത്യു ദേശീയ അധ്യക്ഷൻ, കടന്നു വന്നിരിക്കുന്ന ഏവരെയും ദൈവനാമത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട ജോയിന്റ് സെക്രട്ടറി അലക്സ് കീകാട്ടിലെ വേദവായന വായിക്കും. അതിനുശേഷം ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോജി കുര്യൻ തോമസ് അച്ഛൻ തിരുവല്ല സ്വദേശിയാണ്. ഡൽഹി ഭദ്രാസനത്തിൽ നിന്നും ഇപ്പോൾ ഷാർജയിൽ സേവനം അനുഷ്ഠിക്കുന്നു. ഒഫീഷ്യലി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ജോർജ് ജെയിംസ്, അദ്ദേഹം നമ്മുടെ ലബി ഫിലിപ്പിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. അങ്ങനെ നമ്മുടെ ഒരു ഓർഡറിൽ പ്രോഗ്രാം അങ്ങോട്ട് പോവുകയാണ്. അലക്സ് കീകാട്ട് ഇപ്പോൾ വേദവായന നിർവഹിക്കുന്നതാണ്. മൗത്തീകരിക്കട്ടെ. ഇന്നത്തെ പാഠഭാഗമായി ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ 5:3 മുതൽ 12 വരെ. രാജാക്കന്മാരെ കേൾപ്പീൻ, പ്രഭുക്കന്മാരെ ചെവി തരുവേൻ. ഞാൻ പാടും യഹോവയ്ക്ക്, ഞാൻ പാടും, ഇസ്രായേലിൻ ദൈവമായ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. യഹോവേ, നീ സെയിരിൽ നിന്ന് പുറപ്പെടുകയിൽ ഏദോമ്യ ദേശത്തോടുകൂടി നടകൊള്ളുകയിൽ ഭൂമി കുലുങ്ങി, ആകാശം പൊഴിഞ്ഞ്, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, യഹോവാസന്നിധിയിൽ മലകൾ കുലുങ്ങി. ഇസ്രായേലിൻ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ അനാഥിൻ പുത്രനാം സാങ്കേരിൻ നാളിൽ ഇസ്രായേലിൻ പാലത്തും പാതകൾ ശൂന്യമായി. വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. ദെബോറായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രായേലിൽ അശേഷം അറ്റുപോയിരുന്നു. പ്രിയ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ലബി YMCAയുടെ ഷാർജ യൂണിറ്റിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, എന്റെ ചുമതലക്കാരേവരും, ഇന്ന് വി നാഗൽ 1867 മുതൽ 1921 വരെ ജീവിച്ചിരുന്ന ജർമ്മൻ മിഷണറിയും, ഒപ്പം തന്നെ ജർമ്മൻ അറിയാമായിരുന്നിട്ടും മലയാള ഭാഷ പഠിക്കുകയും മലയാളത്തിൽ അനേക ഗാനങ്ങൾ എഴുതുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയെ ഓർക്കുന്നു. രണ്ടാമത് PV തൊമ്മി ഉപദേശി. ഇവർ രണ്ടുപേരും 100 വർഷക്കാലമാകുന്നു ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ട്. എന്നേക്കാൾ കൂടുതലായി ഇതിനെ സംബന്ധിച്ച് ക്ലാസ് എടുക്കുവാൻ ആളുണ്ട്. എന്നിരുന്നാലും ഞാൻ 1-2 കാര്യങ്ങൾ മാത്രമേ ഓർപ്പിക്കുന്നു. ആദ്യമായി പഴയ നിയമത്തിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ആദ്യം കാണുന്ന സംഗീതവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ കാണുന്ന ജുബേൽ എന്ന് പറഞ്ഞ ആളാണ്. അവിടെ നിന്ന് തുടങ്ങുന്ന സംഗീതം ദാവീദിലൂടെ കടന്നുപോയി മറിയാമിന്റെ പാട്ടിലൂടെ അങ്ങനെ കടന്ന് ഓരോ സഭകൾക്കും ഓരോ വിഭാഗങ്ങൾക്കും അവരവരുടേതായ സംഗീത പ്രാധാന്യത്തോടെ പിതാക്കന്മാർ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം എഴുതിയ ഇപ്പൊ ഈ അടുത്ത നമ്മൾ നോക്കുമ്പോൾ ആരാധന സംഗീതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന അപ്രയും യാക്കോബ് പോലുള്ള പിതാക്കന്മാര് ഉൾപ്പെടെ അവരൊക്കെ എഴുതിയ പാട്ടുകൾ ഇന്ന് നമ്മുടെ അടുത്ത കാലത്ത് എഴുതുന്നവര് വരെയുള്ളവര് അവരുടെ ഗാനങ്ങളിലൂടെ ക്രിസ്തീയ സന്ദേശം, യേശുവിന്റെ വചനം പ്രചരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഒപ്പം തന്നെ ചില പിതാക്കന്മാർ ആ സഭയുടെ ദൈവശാസ്ത്രം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അവരിലൂടെയാണ് പലതും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വിശുദ്ധ ബസേലിയോസ്, നിസായിലെയും നാസാൻസിലെയും ഗ്രിഗോറിയോസ്, ഇവരൊക്കെ പാട്ട് എഴുതിയിട്ടുള്ളവരാണ്. അവരൊക്കെ തൃത്വവിശ്വാസത്തെ സംബന്ധിച്ചും സഭയുടെ ദൈവശാസ്ത്രത്തെ സംബന്ധിച്ചും ബൈബിൾ ആശയങ്ങളും ഒക്കെ വളരെ
ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ളവരാണ്. ആ ഗണങ്ങളിലാണ് ഈ രണ്ടുപേരും ഇന്ന് നമ്മൾ ഓർക്കേണ്ടത്. വി നാഗൽ എന്ന് പറഞ്ഞ അദ്ദേഹം ജർമ്മനി ജനിച്ചിട്ട് ഇവിടെ വന്ന് മലയാളം പഠിപ്പിക്കുന്നു, മലയാള ഭാഷയിൽ പാട്ടെഴുതുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമായി നമുക്ക് കാണാൻ കഴിയില്ല. യേശുവിൻ തിരുപാദത്തിൽ യേശുവെ പോലെ ആകുവാൻ, യേശുവെ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾ. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്ന എക്കാലത്തും ക്രൈസ്തവ ഗാന ശേഖരത്തിൽ ഇന്നും എന്നും ഓർക്കുന്ന പാട്ടാണ് സമയമാം രഥത്തിൽ എന്നുള്ള പാട്ട്. ഇതും ഈ നാഗൽ എഴുതിയ ഗാനമാണ്. തീർച്ചയായിട്ടും അതിലൂടെ പ്രത്യാശയുടെ ഗാനങ്ങൾ അവർ എഴുതി എന്നുള്ളതാണ്. രണ്ടാമതുള്ള ആളാണ് PV തൊമ്മി ഉപദേശി. 1881 മുതൽ 1919 വരെ ജീവിച്ച് കുന്നംകുളത്ത് ജനിച്ച് മർത്തോമാ സഭയ്ക്ക് വേണ്ടി അനേക ശുശ്രൂഷകൾ നിർവഹിച്ച ഒരു സുവിശേഷകനാണ്. അദ്ദേഹം 38-ാമത്തെ വയസ്സിലാണ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നത്. ഈ 38 വർഷം കൊണ്ട് ഒരുപക്ഷെ ഒരു 10-15 വർഷമേ അദ്ദേഹം ഈ സംഗീത വിഭാഗത്തിൽ പ്രവർത്തിച്ചുള്ളായിരിക്കാം. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. പക്ഷെ ഇവർ രണ്ടുപേരും വലിയ ദൈവശാസ്ത്രജ്ഞരൊന്നും തന്നെ അല്ലായിരുന്നു. പക്ഷേ ഇവർക്ക് ദൈവത്തോടുള്ള ബന്ധം വളരെയായിരുന്നു എന്നുള്ളതാണ്. പാട്ടെഴുതാൻ വേണ്ടിയിട്ട് അവര് പാട്ടെഴുതിയവരല്ല. ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ഒപ്പം തന്നെ ജീവിതത്തിൽ അവർ നേരിട്ട അനുഭവങ്ങൾ, അത് സന്തോഷമായാലും ദുഃഖമായാലും അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാട്ടെഴുതിയിട്ടുള്ളവരാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ടാണ് ഇന്നും എന്നോടുള്ള നിൻ സർവ നന്മയ്ക്കായി, എന്തതിശയമേ എന്ന ഗാനങ്ങളും സമയമാം രഥത്തിൽ എന്നുള്ള പാട്ടും ഇന്നും നമ്മൾ പാടുന്നത് അതുകൊണ്ടാണ്. അവര് സുഖത്തിൽ ഇരുന്നു കൊണ്ട് എഴുതിയതൊന്നുമല്ല, അവരുടെ ഇല്ലായ്മയിൽ നിന്ന് എഴുതിയത് കൊണ്ടാണ്. ഈ ജർമ്മൻ ഭാഷ പഠിച്ചിട്ടുള്ള ആള് മലയാളത്തിൽ എഴുതുക എന്ന് പറയുമ്പോൾ എന്തുമാത്രം കഷ്ടപ്പാടുകൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക. അപ്പൊ നമ്മുടെ രീതികളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നാഗൽ പാട്ടെഴുതിയത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ രണ്ടുപേരും ക്രൈസ്തവ സഭയ്ക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ സഭയ്ക്ക് ചെയ്ത നന്മകളെ നമുക്ക് ഓർക്കാം. എപ്പോഴും ആരാധനാ ഗീതങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ ഗീതങ്ങൾ, ആരാധനാ ഗീതങ്ങൾ വേറെയുണ്ട്. അത് ഒരുപക്ഷെ ഞാൻ ഒരു ഓർത്തഡോക്സ് പുരോഹിതനായതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ആരാധനാ ഗീതങ്ങൾ പ്രത്യേകമാണ്. ഞങ്ങളുടെ സഭയെ സംബന്ധിച്ച് 8 രാഗങ്ങൾ സുറിയാനി പാരമ്പര്യത്തിലുണ്ട്. ആ രാഗങ്ങൾ അത് ആരാധനയുമായി ബന്ധപ്പെട്ട, പക്ഷെ പ്രാർത്ഥന പോലുള്ള സുവിശേഷ പ്രസംഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഗാനങ്ങൾ അത് മറ്റൊന്നായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ 2 തലത്തിൽ നിൽക്കുമ്പോഴും എഴുതിയവർക്ക് ദൈവത്തെ പറ്റിയുള്ള ചിന്തയുണ്ടായിരുന്നു. ദൈവം അവരിലോട് സംസാരിച്ചിരുന്നു, ദൈവത്തിൽ നിന്ന് അവർ പ്രാപിച്ചിരുന്നു എന്നുള്ളതാണ്. അവൻ ദൈവത്തിന്റെ ദർശനങ്ങൾ മനസ്സിലാക്കിയവരായിരുന്നു ഈ രണ്ടുപേരും. അതുകൊണ്ടാണ് ഇന്നും അവരുടെ സന്ദേശങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഇവരുടെ പാട്ടുകൾ വീണ്ടും പഠിക്കുകയും അത് നമുക്ക് പ്രയോജനമായി ദൈവത്തിൽ നിന്ന് കൂടുതൽ കരുണകൾ, കൃപകൾ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്കും ഇടയാകണം എന്നാണ് എനിക്കും ഓർപ്പിക്കുവാനുള്ളത്. ഈ ക്ലാസ് എടുക്കുന്ന ആളിനെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ചെറിയ വിഷയമായിട്ടൊക്കെ പലരും ചിന്തിച്ചേക്കാം, എന്നാൽ വലിയ വിഷയങ്ങളാണ്. ആ വലിയ വിഷയങ്ങളെ വളരെ ഭംഗിയായി പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന അത് തീർച്ചയായിട്ടും അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും നമുക്കും, നമ്മൾ പലരും പാട്ടെഴുതുന്നവരും ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവാത്മ പ്രേരിതമായി ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സംഗമം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു അച്ചോ, വളരെ സന്തോഷം. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ജോജി കുര്യൻ തോമസ് അച്ഛൻ, നമ്മുടെ YMCA മുൻ ദേശീയ പ്രസിഡന്റും ACC വൈസ് പ്രസിഡന്റും ആയ ഡോക്ടർ ലെബി ഫിലിപ്പ് മാത്യു, ഇന്ന് നമുക്ക്
ഈ മഹത് വ്യക്തിത്വങ്ങളെ കുറിച്ച് അവലോകനം ചെയ്യുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ റോജിൻ പൈനമൂട്, ഷാർജ YMCA മുൻ ഭാരവാഹികള്, ഇപ്പോഴുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങള്, മറ്റ് അംഗങ്ങള്, വിശിഷ്ടാതിഥികളായിട്ടും കേരളത്തിന്റെ വിവിധ YMCAകളിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുള്ളവര്, മറ്റു നമ്മുടെ സ്നേഹിതർ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇപ്പോൾ നാം കടന്നു പോകുന്നത് ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണ്. നമ്മുടെ ആയുസ്സില് അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടില് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇത്. നമ്മുടെ സന്തോഷത്തെയും ആഗ്രഹത്തെയും നമ്മുടെ പദ്ധതികളെയും എല്ലാം നിയന്ത്രിക്കുന്ന ഒന്നുണ്ട്. നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ശുദ്ധവായു, ഭക്ഷണം, വെള്ളം, സ്നേഹബന്ധങ്ങൾ, ഇവയുടെയൊക്കെ വാല്യൂ എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാമൂഹ്യ അകലം പാലിക്കണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അകലം പാലിക്കാൻ നമ്മൾ നിർബന്ധിതരായി തീരുന്നത് കൊണ്ട് അടുക്കുന്നതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും. ഒരുമിപ്പിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഷാർജ YMCAക്ക് ഈ ഒരുമിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ മാസങ്ങളിലായിട്ട് തുടർച്ചയായി ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ പിന്നെ തുടർച്ചയായി പ്രാർത്ഥന നടത്തുവാനും പ്രയർ ചെയിൻ നടത്തുവാനും അതേപോലെ തന്നെ ഒരു ഫാമിലി കൗൺസിലിംഗ് നടത്തുവാനും ഒക്കെ ദൈവം കൃപ അരുളി ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു അറിയിക്കുന്നതിലും എനിക്ക് അതിയായ സന്തോഷം. അതേപോലെ തന്നെ വരുന്ന വെള്ളിയാഴ്ച, അതായത് 17-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഷാർജ YMCA നേതൃത്വം നൽകുന്ന പ്രയർ മീറ്റിംഗിൽ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ചെറുമേൽ അച്ഛൻ ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഈ മീറ്റിംഗിലേക്കും ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സങ്കീർത്തനങ്ങള് 111 തൊട്ട് നമ്മൾ നോക്കുമ്പോൾ 119 വരെ, ഏതാണ്ട് 118 വരെയും 145 മുതൽ 150 വരെയും ഒക്കെ നമ്മൾ വേദപുസ്തകങ്ങൾ വായിച്ചാൽ സ്തുതിക്കുന്നതിന്റെ, ആരാധനയുടെ അല്ലെ പാട്ടിന്റെ പ്രാധാന്യം ആരാധനയിൽ അല്ലെങ്കിൽ യഹോവയെ സ്തുതിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 149-ാം സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവിൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത്. ഈ പാട്ടിന്റെ പ്രാധാന്യത്തെ കുറിച്ചോ മറ്റൊന്നിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇന്ന് നമ്മളിവിടെ വിശകലനം ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായ PV തൊമ്മി ഉപദേശിയെ കുറിച്ചോ അല്ലെങ്കിൽ നാഗൽ സാഹിബിനെ കുറിച്ചോ ഒന്നും പറയുവാന് ഞാൻ പ്രാപ്തനല്ല. അതിന് പറ്റിയതായ ആളുകള് നമ്മുടെ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. പാട്ടിനെ കുറിച്ച് ഒന്നും പറയാൻ എനിക്ക് അറിയത്തില്ല എങ്കിൽ പോലും പാട്ട് കേൾക്കുന്നത് വലിയ സന്തോഷമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു സന്തോഷമുള്ളത് എനിക്ക് നിങ്ങളോട് ഈ സമയത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഈ പാട്ടുകളൊക്കെ എൻ്റെ കുഞ്ഞുനാളിൽ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അതിനെനിക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട മാതാവിന്, അമ്മച്ചിക്ക് ഏതാണ്ട് 95 വയസ്സോളമായിട്ടുണ്ട്. ഇന്നും നാഗൽ സാഹിബിന്റെ പാട്ടും തൊമ്മി ഉപദേശിയുടെ പാട്ടും കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാട്ടുകളും ഒക്കെ സന്ധ്യയാകുമ്പോൾ അല്ലെങ്കിൽ രാവിലെ ഒക്കെ പല പ്രാവശ്യം പാടുന്നത് കേൾക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അത് കേട്ട് വളരാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം അതേ പാരമ്പര്യത്തില് എൻ്റെ മകളെ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പാട്ടുകളൊക്കെ പഠിപ്പിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഷാർജയിൽ താമസിക്കുന്ന കാലത്ത്
ഈ പാട്ടുകളൊക്കെ പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇന്നൊരു പാട്ട് പാടണമെന്ന് നമ്മുടെ സെക്രട്ടറി ആവശ്യപ്പെട്ട് പറഞ്ഞിട്ടുമുണ്ട്. ആ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. മറ്റു പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. ഈ അവസരം നമുക്ക് വ്യക്തമായ രീതിയിൽ, ശരിയായ രീതിയിൽ തൊമ്മി ഉപദേശിയും നാഗൽ സാഹിബും എഴുതിയ പാട്ടുകളെ കുറിച്ച് അവലോകനം ചെയ്യുവാൻ ഡോക്ടർ ലെബി ഫിലിപ്പ് മാത്യു നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. അതിനുശേഷം ശ്രീ റോജിൻ പൈനമൂട് നമ്മളോട് സംസാരിക്കും. ഈ രണ്ട് വ്യക്തിത്വങ്ങളെയും ഞാൻ രണ്ടുപേരെ കുറിച്ചും അധികമായി ഒന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വ്യക്തിത്വങ്ങളും ശ്രീ ലെബി ഫിലിപ്പ് മാത്യുവിനെ കുറിച്ചായാലും റോജിനെ കുറിച്ചായാലും എന്നേക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറയുന്നത് അധിക പ്രസംഗമാകും, സമയം കൂടുതൽ എടുക്കുന്നതുമാകും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇവരെ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ ഈ ഷാർജയിലെ ഈ മീറ്റിംഗ് ഇത്ര അനുഗ്രഹമാക്കി തീർക്കുന്നതിൽ ജോയിൻ ചെയ്തതിൽ ഉള്ള സന്തോഷം അറിയിക്കുകയും അവരെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യും. ഒപ്പം ഒരു നന്ദി വാക്കുകൂടി പറയണം എന്നെനിക്ക് തോന്നുന്നു. ഈ COVID-19 മൂലമുള്ള ഈ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ അഹോരാത്രം അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകര്, പോലീസ് സേന, മറ്റ് സാമൂഹ്യ പ്രവർത്തകർ. ഈ അവസരം അവർക്കൊക്കെ നന്ദി കരയറ്റുവാനും അവരോടുള്ള ആദരവ് സൂചിപ്പിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ഈ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ മീറ്റിംഗിലെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള നമ്മളോട് സംസാരിക്കുവാന് വളരെ സന്തോഷത്തോടുകൂടെ ഞാനൊന്ന് ആവശ്യപ്പെട്ട ഉടനെ തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഷാർജ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ YMCയുടെ ഭാഗമായിരിക്കുന്ന ഡോക്ടർ ലെബി ഫിലിപ്പ് മാത്യു എത്തിച്ചേരും എന്ന് പറഞ്ഞു, ജോയിൻ ചെയ്യുന്നു പറഞ്ഞു. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഷാർജ YMCയുടെ പ്രസിഡന്റ് ബഹുമാനായ ജോർജ് ജെയിംസ്, ഈ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ ജോജി കുര്യൻ തോമസ് അച്ഛൻ, ഇന്ന് നാഗൽ സാഹിബിന്റെയും തൊമ്മി ഉപദേശിയുടെയും ഗാനങ്ങളെ വിശകലനം ചെയ്യുന്ന ബഹുമാനായ എൻ്റെ സുഹൃത്ത്, ഗൾഫ് മലയാളി ക്രിസ്ത്യൻ റൈറ്റേഴ്സ് ഫോറത്തിന്റെ സെക്രട്ടറി കൂടിയായ ശ്രീ റോജിൻ പൈനമൂട്, ഈ കൂട്ടായ്മയില് പങ്കെടുക്കുന്ന ഷാർജ YMCയുടെ മുൻ പ്രസിഡന്റുമാരായ ശ്രീ PM ജോസ്, ശ്രീ ഷാജി ഐക്കര, ശ്രീ മാത്തൻ ഉമ്മൻ, ശ്രീ ജോൺ മാത്യു, ഷാർജ YMCയുടെ ഭാരവാഹികളെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ലോകത്ത് നാഗൽ സാഹിബിന്റെയും തൊമ്മി ഉപദേശിയുടെയും പാട്ടുകള് സുപരിചിതമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ കൊച്ചുനാളില് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം, അതോടൊപ്പം തന്നെ യേശുവിൻ തിരുപ്പാദത്തിൽ എന്ന പാട്ടുകളൊക്കെ പാടി വളർന്നപ്പോൾ തൊമ്മി ഉപദേശിയെയും നാഗൽ സാഹിബിനെയും ജനങ്ങൾ ഗാനങ്ങളിലൂടെ രുചിച്ചറിഞ്ഞത് അത് എത്രമാത്രം വലിയതായിരുന്നു. ക്രൈസ്തവ സുവിശേഷ പ്രവർത്തന മേഖലയിലെ കൺവെൻഷൻ മേഖലകളിൽ ഈ പാട്ടുകളൊക്കെ സുപരിചിതമാണ്. മനുഷ്യ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളാണ്. നാഗൽ സാഹിബിന്റെ സമയമാം രഥത്തിൽ എന്നുള്ള പാട്ട് നമുക്കറിയാം. എല്ലാ ക്രൈസ്തവ ജനതയും പാടുന്നതാണ്. അതോടൊപ്പം തന്നെ എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എന്നുള്ള തൊമ്മി ഉപദേശിയുടെ പാട്ട്, പ്രയാസങ്ങളില്, പ്രതികൂല സാഹചര്യങ്ങളില് ആ പാട്ടുപാടി ആശ്വാസം തേടുമ്പോൾ അവർ ഈ സമൂഹത്തിന്, ക്രൈസ്തവ ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനാവില്ല. ഒരു ജർമ്മൻ മിഷണറി ആയിരുന്ന നാഗൽ സാഹിബ് കേരളക്കരയില്
പ്രേക്ഷിത ദൗത്യം നിർവഹിച്ചത് എന്നും സ്മരണീയമാണ്. കുന്നംകുളത്ത് ജനിച്ച തൊമ്മി ഉപദേശി പ്രൈമറി വിദ്യാഭ്യാസം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവായി ക്രൈസ്തവ മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇവരെ രണ്ടുപേരെയും വിശകലനം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, വേദനിക്കുന്ന സമൂഹത്തോട് സംഗീതത്തിലൂടെ പങ്കുവച്ച രണ്ട് ആചാര്യന്മാരാണ്. ഈ ആചാര്യന്മാരെ, അവരുടെ ഗാനങ്ങളെയും ഇന്ന് ഷാർജ YMCA വിശകലനം ചെയ്യുമ്പോൾ, പഠനങ്ങൾ നടത്തുമ്പോൾ, ക്രൈസ്തവ ലോകത്തിന് ദൈവം നൽകിയ വരദാനങ്ങളാണ് രണ്ട് മഹൽ വ്യക്തിത്വം. നാഗൽ സാഹിബും തൊമ്മി ഉപദേശിയും ഗാനങ്ങളിലൂടെ, അതോടൊപ്പം തന്നെ പ്രഭാഷണങ്ങളിലൂടെ, രചനകളിലൂടെ ഈ ലോകത്തിന് നൽകിയ സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടും. ഷാർജ YMCA പരിപാടി നടക്കുമ്പോൾ ഈ രണ്ട് ആചാര്യന്മാരെ ഓർക്കുവാൻ, അവരുടെ ഗാനങ്ങൾ കേൾക്കുവാൻ, വിശകലനം ചെയ്യുവാൻ, പഠിക്കുവാൻ പുതിയൊരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു മാറ്റം സൃഷ്ടിക്കട്ടെ. ഈ കോവിഡ് കാലത്ത് വേദനിക്കുന്ന സമൂഹത്തോട് നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ ഈ ഗാനങ്ങളിലൂടെ ആശ്വാസം പകരട്ടെ. എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ലഭിച്ച. നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. എന്തതിശയം ഈ ഗാനങ്ങൾ എന്ന ഈ പരിപാടി നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ റോജിൻ പൈനമൂടാണ്. ഞാൻ ഒരു വാക്കിൽ അദ്ദേഹത്തെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. നാട്ടില് മാവേലിക്കരയ്ക്ക് അടുത്ത് പൈനമൂട് സ്വദേശിയാണ്. ബാലജന സഖ്യത്തിലൂടെ വളർന്ന് നല്ല ഒരു എഴുത്തുകാരനായിരിക്കുന്ന അദ്ദേഹം ഇപ്പോൾ ദുബായില് പ്രവർത്തിച്ചു വരുന്നു. കുടുംബമായിട്ട് ദുബായിലാണ്. 2 പെൺകുട്ടികളുണ്ട് അദ്ദേഹത്തിന്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏവർക്കും അദ്ദേഹത്തെ അറിയാം. ഒരു പത്രപ്രവർത്തകനാവണം എന്നുള്ള ആഗ്രഹത്തിൽ വളർന്നു വന്ന്, പക്ഷെ ആ ഫീൽഡ് അല്ലെങ്കിൽ പോലും 1 മാസം മുമ്പ് മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെന്റിൽ ഒരു മെയിൽ ലേഖനം അദ്ദേഹത്തിന്റെ വകയായി വരികയുണ്ടായി. അതിലുപരി ഒരു നല്ല എഴുത്തുകാരൻ അതിലുപരി അദ്ദേഹത്തെ പറ്റി പറയേണ്ടതായിട്ടുണ്ട്. വളരെ അദ്ദേഹത്തോട് ഇന്നലെ സംസാരിച്ചിരുന്നപ്പോൾ 1 മണിക്കൂറുകൾ പാട്ടുകളെ പറ്റി പറഞ്ഞപ്പം അത് സമയം പിന്നെയും തീരുന്നില്ല. അത്രയും അറിവുകളുള്ള ഒരു മനുഷ്യനാണ്. ഇന്ന് ഈ പരിപാടി നടത്താൻ അദ്ദേഹം തന്നെയാണ് പൂർണ്ണമായിട്ടും ആപ്റ്റ്. 1800 മുതലുള്ള ഗാനങ്ങളെ പറ്റിയും എഴുത്തുകാരെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം അദ്ദേഹം വിവരിച്ചു തരും. ഗൾഫ് മലയാളി ക്രിസ്ത്യൻ ഫോറം സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. YMCA ഷാർജയുടെ പേരില് ഇന്ന് എന്തതിശയം ഈ ഗാനങ്ങൾ എന്ന ഈ പരിപാടി ലീഡ് ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തെ ഹാർദവമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. റോജിൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു അവസരം നിങ്ങളുടെ മുൻപാകെ ഞാൻ ഇരിക്കുന്നത്. സന്തോഷം എന്ന് പറഞ്ഞാൽ തന്നെയും ഒരു ദുഃഖം എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടല്ലോ. അത് മറ്റൊന്നുമല്ല, ഈ ഒരു കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കൊറോണ എന്ന ഈ ഒരു വല്ലാത്ത വിപത്തിനിടയിൽ ലോകമെങ്ങുമുള്ള ആളുകൾ ഒരു വല്ലാത്ത രീതിയിൽ ആയിരിക്കുമ്പോൾ അവിടങ്ങളായി ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. കുറച്ചു മുമ്പ് പ്രിയപ്പെട്ട പ്രസിഡന്റ് ജെയിംസ് പറഞ്ഞതുപോലെ തന്നെ ഒരു ശ്വാസമാണ് ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും പ്രഥമമായ കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ലോകമെങ്ങുമുള്ള മനുഷ്യർ ഒരു വല്ലാത്ത തത്രപ്പാടിലാണ്. എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട ഷാർജ ഓർത്തഡോക്സ് ചർച്ച് വികാരി പ്രിയപ്പെട്ട ജോർജ് കുര്യൻ തോമസ് അച്ഛൻ, YMCA പ്രസ്ഥാനത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റ്, വർഷങ്ങൾക്ക് മുൻപ് പരിചയമുള്ള പ്രിയപ്പെട്ട ഡോക്ടർ ലെവി ഫിലിപ്പ് മാത്യു, ഷാർജ YMCAയുടെ പ്രസിഡന്റ് ശ്രീ ജോർജ് ജെയിംസ്, പ്രിയപ്പെട്ട ഇതിന്റെ സെക്രട്ടറി ബിജു അലക്സ് എന്ന ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അലക്സ് വർഗീസ്, മുൻ പ്രസിഡന്റുമാർ അനവധി പേർ ഈ കൂട്ടത്തിലുണ്ട്. അവർക്ക് എല്ലാവർക്കും
കൂടാതെ ലോകമെങ്ങും ഇരുന്ന് ഈ ഒരു സമയം ഇങ്ങനെ ഒരു അവസരത്തിൽ കൂടി, പ്രത്യേകിച്ച് ടെക്നോളജി ഇത്രത്തോളം വളർന്നിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇവിടെ നിന്നും ദുബായിൽ നിന്നും എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഈ യോഗത്തിൽ കടപ്പെട്ടിരിക്കുന്നത് UAE ഗവൺമെന്റിനോടാണ്. കാരണം വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടി ഈ രാജ്യത്ത് ദൈവത്തെ ആരാധിക്കുവാൻ, എല്ലാ മതവിശ്വാസികൾക്കും ദൈവത്തെ ആരാധിക്കുവാൻ അവസരം നൽകിയിരിക്കുന്ന UAE ഭരണാധികാരികളെ അഭിനന്ദിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവസരത്തെ വിനിയോഗിക്കുന്നു. ഈ ഒരു ടെക്നോളജിയുടെ കടന്നുകയറ്റത്തിൽ, ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരു സൂം മീറ്റിംഗിൽ കൂടി കാണാൻ പറ്റുന്നു എങ്കിൽ തന്നെയും ഈ രാജ്യത്തെ ഭരണാധികാരികളെ അഭിനന്ദിക്കുന്നതിലും അവരെ ആശംസിക്കുന്നതിലും ഞാൻ സന്തോഷം ഉള്ളവനാണ്. മുഖവര കൂടുതൽ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. കാരണം നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട നാഗൽ സാഹിബിനെ കുറിച്ചും തൊമ്മി ഉപദേശിയെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് സംസാരിക്കുകയും പഠിക്കേണ്ടതായ ആവശ്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട അച്ഛനും പ്രസിഡന്റും അതുപോലെ അഖിലേന്ത്യാ പ്രസിഡന്റ് ലഭിച്ചാനും ഒക്കെ വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വെച്ചുവെങ്കിൽ തന്നെയും വർഷങ്ങളായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ കുറച്ച് സമയം മാത്രം കേരളത്തിൽ പ്രവർത്തിച്ച അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അതിനുവേണ്ടി ദൈവം അടിയനെയും സഹായിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥനയിൽ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുകയാണ്. മലയാളി ക്രൈസ്തവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മലയാളി ക്രൈസ്തവരെ അറിയുന്നവരെ സംബന്ധിച്ച് അറിയുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ഗാനമാണ് സമയമാം രഥത്തിൽ എന്നുള്ളത്. പലരുടെയും വിചാരം ഇത് വയലാർ രാമവർമ്മ എന്ന ഒരു കവി എഴുതിയ ഒരു ഗാനമാണ്. ഇപ്പോഴും പല ആളുകൾക്കിടയിലും അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണമുണ്ട്. എന്റെ നാട്ടുകാരനും പ്രശസ്ത നോവലിസ്റ്റുമായിരുന്ന പാറപ്പുറത്ത് KE മത്തായിയുടെ അരനാഴിക നേരം എന്ന മാസ്റ്റർ പീസ് നോവലിൽ അത് സിനിമയായി മാറിയപ്പോൾ അതിനകത്താണ് ഈ സിനിമാ ഗാനമായി ഈ പ്രാർത്ഥനാ ഗാനം ആദ്യം കടന്നു വന്നത്. ഒരു സെക്കൻഡ് റോജിൻ, ആ പാട്ട് ഒന്ന് പ്ലേ ചെയ്തോട്ടെ? ചെയ്യാം. നിങ്ങൾ ആ പാട്ട് ശ്രദ്ധിച്ചല്ലേ? ആ പാട്ടിൽ പറയുന്ന വരികൾ അത് വയലാറിന്റെ വരികളാണ്. കേരളം എങ്ങോളം ചർച്ച ചെയ്യപ്പെട്ടതും ഈ വരികളാണ്. നാഗൽ സാഹിബ് മലയാളം നമ്മുടെ നാട്ടിൽ വന്ന് പഠിച്ച് എഴുതിയപ്പോൾ അദ്ദേഹം എഴുതിയത് ഇങ്ങനെ ആയിരുന്നില്ല. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു എന്ന് വയലാറാണ് മാറ്റി എഴുതിയത് അതിലെ വരികൾ. യഥാർത്ഥത്തിൽ നാഗൽ സാഹിബ് എഴുതിയത് ഞാൻ തനിയെ പോകുന്നു എന്നല്ല, അതായത് ഞാൻ ബന്ധപ്പെട്ടോടിയിടുന്നു എന്നാണ് നാഗൽ സാഹിബ് എഴുതിയത്. വയലാർ ഇതിന് കാവ്യാത്മകമായ ഒരു മാറ്റം കൊണ്ടുവന്നു. രണ്ടാമത്തെ വരി വന്നപ്പോഴാണ് ആകെ അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെ അരനാഴിക മാത്രം ഈ ഉടുപ്പ് മാറ്റുവാൻ, കുറച്ചുകൂടി കാവ്യാത്മകത കൂടി. നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കണം, നാഗൽ സാഹിബ് മലയാള വ്യാകരണം പഠിച്ചയാളല്ല. മിഷണറിമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ വ്യാകരണ പുസ്തകങ്ങൾ സംഭാവന ചെയ്തവരാണ് ഹെർമൻ ഗുണ്ടർട്ടും അതുപോലെ തന്നെ ജോസഫ് പീറ്റും ബെഞ്ചമിൻ ബെയ്ലിയും ഒക്കെ. മിഷണറി വര്യന്മാരായ പ്രിയപ്പെട്ട ആ ബിഷപ്പുമാർ അല്ലെങ്കിൽ ആ ദൈവദാസന്മാർ മലയാളത്തിന് നമ്മുടെ നാട്ടിൽ വന്ന് മലയാളം പഠിച്ച് കൃത്യമായ രീതിയിൽ നൽകിയ ഒരു, ഇന്നത്തെ കാലത്ത്
പണ്ഡിത ശ്രേഷ്ഠന്മാരെ പോലും ആയിരിക്കുന്ന ആളുകളെ അവർക്ക് പോലും പറ്റാത്ത കാര്യമാണ് ഏകദേശം 150 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രിയപ്പെട്ടവർ ചെയ്തത്. ഇദ്ദേഹം മലയാളം അത്ര കാര്യമായി പഠിച്ചതല്ല. മലയാളത്തിൽ പലവിധ പോരായ്മകൾ ഉണ്ടായിരുന്നു. തന്റെ ഭാര്യ ഹാരിയറ്റ് സബീന മിച്ചൽ എന്ന് പറഞ്ഞ ആംഗ്ലോ ഇന്ത്യൻ യുവതി ഇദ്ദേഹത്തിനെ മലയാളം പഠിപ്പിക്കുകയായിരുന്നു. കുറച്ചുകൂടെ കൃത്യമായിട്ട് നല്ല രീതിയിൽ മലയാളം സംസാരിക്കുവാനും എഴുതുവാനും ഒക്കെ പഠിപ്പിക്കുകയായിരുന്നു. അവര് ടീച്ചർ കൂടിയായിരുന്നു. നമ്മുടെ കൽദിയ സ്കൂളിൽ അവര് പഠിപ്പിച്ചിട്ടുണ്ട്, കോട്ടപ്പടി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് ഇങ്ങനെ മാറ്റി എഴുതിയപ്പോൾ ആ കാലത്ത് ഒരു വലിയൊരു വിവാദം ഉണ്ടായി. നാഗൽ ഫൗണ്ടേഷൻ നമ്മുടെ വയലാറിനോട് എഴുതി ചോദിച്ചു, പ്രിയപ്പെട്ട വയലാർ, താങ്കൾ എന്തിന് ഇദ്ദേഹത്തിന്റെ വരികൾ ഇങ്ങനെ മാറ്റി എഴുതിയെന്ന് ചോദിച്ചു. അതിന് വയലാർ ഒരു നിരീശ്വരവാദിയായിരുന്നു, നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഈശ്വര വിശ്വാസം ഉണ്ട ആളല്ലായിരുന്നു. എന്നാൽ ഒത്തിരി ബൈബിൾ സംബന്ധമായ ഒത്തിരി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതേ സിനിമയിൽ തന്നെ, ഈ അരനാഴികേരം സിനിമയിൽ തന്നെ യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തെ കുറിച്ച് എഴുതിയ ദൈവപുത്രന് വീതി ഒരുക്കാൻ സ്നാപക യോഹന്നാൻ വന്നു എന്നുള്ള ഒരു പാട്ടുണ്ട്. എന്ത് കാവ്യാത്മകമായിട്ടാണ് അദ്ദേഹം എഴുതിയേക്കുന്നത്. അതേപോലെ ഒരു യോഹന്നാൻ സ്നാപകനെ വരച്ചു കാണിക്കുന്ന മറ്റൊരു ഗാനം ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. എങ്കിൽ തന്നെയും ഈ ഒരു പാട്ടിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ വയലാർ പറഞ്ഞ അദ്ദേഹത്തിന്റെ കത്തിന്റെ മറുപടി വളരെ സ്പഷ്ടമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നാഗൽ സാഹിബിനെ ഇഷ്ടമാണ്, നാഗൽ സാഹിബിന്റെ ഗാനങ്ങൾ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അത് എടുത്തു. ഈ കുറച്ചു മുമ്പ് പ്രിയപ്പെട്ട അലക്സ് വർഗീസ് പറഞ്ഞതുപോലെ മലയാള മനോരമയിലെ സൺഡേ സപ്ലിമെന്റിലെ ലേഖനം അത് ഞാൻ എഴുതിയപ്പോൾ അത് വയലാറിന്റെ മകൻ വയലാർ ശരത്ചന്ദ്രവർമ്മയെ എന്റെ ഒരു പ്രിയപ്പെട്ട ഇവിടെയുള്ള ഒരു സുഹൃത്ത് അറിയിക്കുകയുണ്ടായി. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ ഒരു മെസ്സേജ് എനിക്ക് വന്നു. വളരെ സന്തോഷം, എന്റെ പിതാവിനെ ഓർത്തല്ലോ, എന്റെ പിതാവ് നാഗലിന്റെ വരികളെ ജ്ഞാനസ്നാനം ചെയ്യിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യാത്മകമായിട്ട് അദ്ദേഹം അത് പ്രതികരിക്കുകയുമുണ്ടായി. ഇതാണ് തലമുറകളുടെ ഒരു ലെഗസി എന്ന് പറഞ്ഞ സംഭവം. അതാണ്. എന്നാൽ ഇപ്പുറത്തെ വശം നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് അത് എഴുതിയിരുന്നു. കാരണം തൊമ്മി ഉപദേശിയുടെ ഗാനം ദൈവത്തിൻ സ്നേഹം എന്നുള്ള ആ ഗാനം കേരളത്തിൽ ഒരുപക്ഷെ കേരളത്തിലുള്ള ഈ നാഗൽ സാഹിബിന്റെ സമയമാരതം അറിയുന്നത് പോലെ തന്നെ എന്തൊതിശയമേ എന്ന ഗാനവും കേരളത്തിലെ ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും എല്ലാം ഇന്നത്തെ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ ട്രോളാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ് എന്തൊതിശയമേ ദൈവത്തിൻ സ്നേഹം എന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് ആ പാട്ട് അറിയുകയും ചെയ്യാം. അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയിൽ ഈ പാട്ടിനെ വളരെ വികലമായ രീതിയിൽ ചിത്രീകരിക്കുകയുണ്ടായി. ആ പാട്ട് കൈകൊട്ടി പാടുന്ന രീതിയിൽ അതിനെ കാണിച്ചുകൊണ്ട് നമ്മുടെ സംഘടനകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളോ ഒന്നും തന്നെ അതിനെതിരെ ഒരു പരാതിക്കും പോയുമില്ല. അതാണ് നമ്മുടെ യഥാർത്ഥമായ ക്രിസ്തു സ്നേഹം പഠിപ്പിച്ച ഈ മിഷണറിമാർ പഠിപ്പിച്ചതിന്റെ പാത പിന്തുടരുന്നതിന്റെ അതിലുള്ള ഏറ്റവും വലിയ കാര്യമാണത്. നമ്മൾ അതിന് പിറകെ പോയതേയില്ല. ഇവരെ രണ്ടുപേരെ കുറിച്ച് പറയുമ്പോഴും ഇവിടെ ഉദ്ഘാടക പ്രസംഗനും മുഖ്യാതിഥികളും പറഞ്ഞതുപോലെ തന്നെ ഇവർ രണ്ടുപേരും നന്നേ ചെറുപ്പത്തിൽ തന്നെ കാലയവനിക്ക് അപ്പുറത്തേക്ക് പോവുകയാണ്. തൊമ്മി ഉപദേശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കടുത്ത ദാരിദ്ര്യത്തിൽ കൂടി കടന്നുപോയ തൊമ്മി ഉപദേശി 38ാമത്തെ വയസ്സിൽ അദ്ദേഹം നിര്യാതനാവുകയാണ്. നാഗൽ സാഹിബ് 54ാമത്തെ വയസ്സിൽ ആണ് നിര്യാതനാകുന്നത്. ഇതിനിടയിലെല്ലാം തന്നെ ഇവർ അനുഭവിച്ച ജീവിതത്തിലെ വ്യഥകൾ ആയിരുന്നു പലപ്പോഴും അവരുടെ ഗാനങ്ങളായിട്ട് പുറത്തു വന്നത്. വളരെ സന്തോഷം തോന്നുന്നു. കാരണം 100 വർഷങ്ങൾക്ക് മുൻപ്, 99 വർഷം മുമ്പ് നാഗൽ സാഹിബ് മരിക്കുന്നു, 101 വർഷം മുമ്പ് തൊമ്മി ഉപദേശി മരിക്കുന്നു. ഈ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെയുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കുന്ന അവസരത്തിൽ ഇവർക്ക് ഇങ്ങനെയുള്ള ഗാനങ്ങൾ എഴുതുവാൻ വേണ്ടി ഉള്ള കൃപ എന്ന് പറയുന്നത് യഥാർത്ഥ ദൈവകൃപ എന്ന് തന്നെ ഞാൻ പറയുന്നു. കാരണം ഇന്നത്തെ പോലെയുള്ള പാട്ടെഴുത്തുകാരല്ല ഇവർ. യഥാർത്ഥത്തിൽ അവർ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് യാചിച്ചു നേടിയ ഒരു ബന്ധം കൊണ്ട് മാത്രം എഴുതിയ പാട്ടുകളാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ഗാനങ്ങളാണ് ഇവയൊക്കെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഗാനങ്ങൾ എന്തൊതിശയമേയും അതുപോലെ തന്നെ സമയമാരതത്തിലും വളരെയധികം സ്വാധീനിച്ചതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരാധനാ ഗാനങ്ങളിൽ എന്തൊതിശയമേ എന്ന ഗാനം നമ്മിൽ ഉണ്ടാക്കിയ സന്തോഷം അത് വളരെ വലുതാണ്. ഒരു മരണവീട്ടിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ഒരു മരണവീട്ടിൽ പോവുകയാണെങ്കിൽ ഏത് ഡിനോമിനേഷന്റെ വ്യത്യാസമില്ലാതെ പാടുന്ന ഒരു പാട്ടാണ് ഈ സമയമാരതത്തിൽ നിന്നുള്ളത്.
പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ കാലത്ത് പറയുമ്പോൾ സെമിത്തേരി വരെ ഈ ഗാനം അവരോടൊപ്പം കാണും എന്നാണ് പറയുന്നത്. സെമിത്തേരി വരെയെങ്കിലും ആളുകൾക്കൊപ്പം ആ ഗാനങ്ങൾ ഉണ്ടാകും. എനിക്ക് കേരളത്തിലുള്ള പലരും ഇതിനകത്ത് പങ്കെടുക്കുന്നു. മധ്യ തിരുവിതാംകൂറിൽ പണ്ട് ഉണ്ട ഒരു സംഭവമായിരുന്നു ശവസംസ്കാരത്തിന്റെ ബാൻഡ് സെറ്റ്. ഇപ്പോഴത്തെ എനിക്ക് അറിയില്ല, ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് എനിക്ക് അറിയില്ല. ബാൻഡ് സെറ്റ് നിർബന്ധമായിട്ടായിരുന്നു. അതിനകത്ത് വരുന്നത് വിവിധ ജാതി മതസ്ഥരിലുള്ള ആളുകളാണ്. പക്ഷെ എന്ത് കൃത്യമായ രീതിയിലാണ്, അതിന്റെ പാറ്റേണിലാണ് അവർ ആ പാട്ടുകൾ വായിക്കുന്നത്. സമയമാൻ രഥത്തിൽ എന്നുള്ള ഗാനം, ആ ഗാനം ഏതൊരു ശിലാഹൃദയനെയും ഒരു നിമിഷമെങ്കിലും തന്റെ ഹൃദയത്തെ അലിയിക്കുന്ന രീതിയിലുള്ള വരികളാണ് അതിനകത്തുള്ളത്. പലപ്പോഴും പല പ്രമുഖരും ഈ ഗാനത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം വാണിയംകുളത്ത് നിന്നും കുന്നംകുളത്തേക്ക് കാളവണ്ടിയിൽ വരുമ്പോൾ കാളവണ്ടിയുടെ ചക്രത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് എഴുതിയ പാട്ട്. യാതൊരുവിധ തെളിവുകളും ആ പാട്ടിനെ കുറിച്ച് അങ്ങനെ ഒരു സംഭവമേ വന്നിട്ടില്ല. എങ്കിൽ തന്നെയും നമുക്കത് ഒരു മുഖവിലേക്ക് അതിനെ എടുക്കാം. എങ്കിൽ തന്നെയും ഈ പ്രിയപ്പെട്ട മിഷണറി വര്യന്റെ ആ പാട്ട് നമുക്ക് ഇവിടെ ഒന്ന് കേൾക്കാം. പ്രിയപ്പെട്ട അലക്സ്യാൻ ആ പാട്ട് നമ്മൾക്ക് വേണ്ടി പ്ലേ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ എന്തതിശയമേ എന്നുള്ള ഗാനം ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ബാക്കി വിവരങ്ങൾ നമുക്ക് സംസാരിക്കാം. എന്തതിശയമേ എന്നുള്ള ഗാനം നമ്മുടെ ബിജു സാമുവലും കുടുംബവും ഇപ്പൊ ചേർന്ന് നമുക്ക് വേണ്ടി ആലപിക്കും. ബിജു സാമുവൽ ആ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, ദൈവമേ നിൻ മഹാസ്നേഹമതിൽ വിധമാർക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ശരി ബിജു. റോജിൻ, വളരെ സന്തോഷം. കാരണം ഇത് ഒത്തിരി ലൈവായിട്ട് മാറുകയാണ്. നമ്മള് പ്ലേ ഇത് വളരെ സന്തോഷമുള്ള ഒരു വസ്തുതയാണ്. കാരണം ലൈവായിട്ട് ഇതിൽ പങ്കെടുക്കുന്നവർ തന്നെ ലൈവായിട്ട് പാട്ടുകൾ പാടുമ്പോൾ കേൾക്കുന്ന ഒരു സന്തോഷം പ്ലേ ചെയ്ത് കേൾക്കുന്നതിലും അധികമാണ് എന്ന് പറയുന്നു. ഇതേ തൊമ്മി ഉപദേശി ഒരിക്കൽ ഗുരുവായൂരിൽ ഒരു പരസ്യയോഗം നടത്തുമ്പോൾ ഇന്നത്തെ പോലെ തന്നെ അന്നും സുവിശേഷ വിരോധികളുണ്ട്. അദ്ദേഹത്തെ അവർ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ പരസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ചില സുവിശേഷ വിരോധികൾ, അന്നേരം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു പാട്ടാണ്, ഒരു കേടും കൂടാതെ നാഥൻ എന്നെ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു പാട്ടാണ് പാടും ഞാൻ യേശുവിനായി ജീവൻ പോവോളം. വളരെയധികം താല്പര്യമുള്ള വരികളാണ് ആ പാട്ടിലുള്ളത്. പാടും ഞാൻ യേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ എന്ന ഗാനം. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ കാൽവറി ക്രൂസിലെ സ്നേഹത്തെക്കുറിച്ചും ശത്രുവായിരിക്കുന്ന എനിക്ക് പുത്രനായി തീരുവാൻ വേണ്ടി കഴിഞ്ഞതിനെ കുറിച്ചുമൊക്കെ തൊമ്മി ഉപദേശി എഴുതുകയുണ്ടായി. വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ. പട്ടിണി എന്ന് തന്നെ പറയാം. എങ്കിൽ തന്നെയും എന്നും രാവിലെ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് പോകും. തൊമ്മി ഉപദേശിയെയും നാഗൽ സാഹിബിനെയും കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും സന്തോഷം പകരുന്ന രണ്ട് വസ്തുതകൾ. ഇവർ കേരളത്തിലെ അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തുള്ള വളരെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചിരുന്ന ആളുകളുടെ ഭവനങ്ങളിൽ ഭവന സന്ദർശനം നടത്തുന്നത് വളരെയധികം താല്പര്യം കാണിച്ചവരാണ്. തൊമ്മി ഉപദേശിയെ കോളറ രോഗബാധ ഏറ്റവും കൂടുതൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കോളറയുള്ള ആളുകളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്.
ഇന്ന് ലോക്ക്ഡൌണും ട്രിപ്പിൾ ലോക്ക്ഡൌണും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ ആളുകൾ ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക്, ഒരു വീട്ടിലുള്ള ആളുകൾ തന്നെ പോകാൻ വേണ്ടി ഭയക്കുന്നു. കാലം ഇത്രത്തോളം വളർന്നു, ടെക്നോളജി വളർന്നു, വൈദ്യശാസ്ത്രം വളർന്നു, എന്നിട്ട് തന്നെ ഇത്രത്തോളം ഭയത്തോടു കൂടിയാണ് അതിനെ കാണുന്നത്. പക്ഷേ തൊമ്മി ഉപദേശിക്ക് യാതൊരു ഭയവുമില്ല. അദ്ദേഹം ഭവനങ്ങൾ തോറും ഇങ്ങനെ കയറി ഇറങ്ങി നടന്നു. പ്രിയപ്പെട്ട നാഗൽ സാഹിബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വസൂരി ഏറ്റവും കൂടുതൽ രീതിയിൽ വസൂരി പടർന്നു പിടിച്ച ഒരു കാലത്താണ് അദ്ദേഹം നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചത്. ഒരിക്കൽ അദ്ദേഹം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച വല്ലാത്തൊരു കാഴ്ചയാണ്. ഞാൻ ആ ഫീച്ചറിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഒരു വസൂരി വന്ന് ഭർത്താവ് മരിച്ചുപോയി, ഒരു സ്ത്രീ അവർ ഗർഭിണിയാണ്, അവരുടെ പ്രസവം നാഗൽ സാഹിബ് അവിടെ എടുക്കുകയാണ്. അങ്ങനെ അത്ര ആതുര ശുശ്രൂഷയിൽ മുന്നിട്ട് നിന്ന ഒരു മനുഷ്യനായിരുന്നു നാഗൽ സാഹിബ്. 7 മക്കളെ കൊടുത്തു. 2 മക്കള് നാട്ടിൽ വെച്ച്, 2 മക്കൾ നാട്ടിൽ വെച്ച് തന്നെ മരണപ്പെടുന്നു. ഇതിലൊന്നും താൻ ഭാരപ്പെട്ടില്ല, ഇതിലൊന്നും താൻ പ്രയാസപ്പെട്ടില്ല. നിങ്ങൾക്കിപ്പോ സ്ക്രീനിൽ അദ്ദേഹത്തിന്റെ ചിത്രം കാണാം. എന്ത് സുന്ദരനായ ഒരു മനുഷ്യൻ. നാട്ടിൽ വന്ന് നാട്ടിൽ വന്നൊരു വർഷത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. 1893 ബാസൽ മിഷനിലെ ഒരു മിഷണറി ആയിട്ട് ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ ഈ 1893 പ്രത്യേകത കേരള ചരിത്രത്തിൽ മറന്നു പോകാത്തതാണ്. സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച വർഷമാണത്. ആ വർഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് കടന്നു വരുന്നത്. ഈ ബാസൽ മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബാസൽ മിഷനെ സംബന്ധിച്ച് അവരാണ് ഏറ്റവും കൂടുതൽ അന്ന് ഈ സാമ്പത്തികമായിട്ട് മറ്റുള്ള മിഷനുകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു മിഷനായിരുന്നു ബാസൽ മിഷൻ. തിരുവനന്തപുരം ഭാഗത്ത്, തിരുവിതാംകൂർ ഭാഗത്ത് LMS-ഉം പിന്നീട് CMS-ഉം ഇവിടെ ബാസൽ മിഷനും ഇങ്ങനെയായിരുന്നു തിരുക്കൊച്ചി, മലബാർ ഭാഗങ്ങളിൽ ഈ നമ്മുടെ മിഷണറി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഈ സാമ്പത്തിക ഭദ്രത ഏറ്റവുമുള്ള ബാസൽ മിഷന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിന് വ്യക്തമായ സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവവചനം പ്രഘോഷിക്കുവാനുള്ള ഒരു ന്യൂനത തന്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ താൻ ആ ബാസൽ മിഷൻ ബന്ധം, അതായത് നല്ല സാലറി ലഭിക്കുന്ന ആ ഒരു ബന്ധം വിട്ടിട്ട് സ്വതന്ത്രമായിട്ട് ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് അദ്ദേഹം വാണിയംകുളത്ത് നിന്നും കുന്നംകുളത്തേക്ക് തന്റെ പ്രവർത്തന മേഖല മാറ്റുന്നത്. 1996 മരിച്ച ഒരു സ്ത്രീ ഉണ്ട്. അവരെ കണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇവിടെ പുറത്തിറങ്ങുന്ന മന്ന എന്ന വാർത്താ പത്രികയുടെ ചീഫ് എഡിറ്റർ ഗ്ലെന്നി പുലിക്കോട്ടിൽ, അദ്ദേഹം അവരെ കണ്ട് 20-25 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇന്റർവ്യൂ സംഘടിപ്പിച്ചിരുന്നു. അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. നാഗൽ സാഹിബ്, അദ്ദേഹത്തെ അവർ കണ്ടിട്ടുണ്ട്. നാഗൽ സാഹിബ് തൃശ്ശൂർ ടൗണിൽ കൂടെ അല്ലെങ്കിൽ കുന്നംകുളം ഭാഗത്തൂടെ പോകുമ്പോൾ ഒരു ദിവസം, തിങ്കളാഴ്ച ദിവസം അവിടെ 4 വഴികളാണെങ്കിൽ ഒരു വഴി കൂടെ പോവുകയാണെങ്കിൽ ചൊവ്വാഴ്ച അടുത്ത വഴി കൂടെ ആയിരിക്കും പോകുന്നത്, ബുധനാഴ്ച വേറൊരു വഴി കൂടെ ആയിരിക്കും പോകുന്നത്. ഇദ്ദേഹം പോകുമ്പോൾ റോഡിന്റെ പക്കത്ത് മരക്കട്ടിലുകളിൽ രോഗമുള്ളവരെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയൊക്കെ, നിത്യമായ രോഗികളെയൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇടും. നാഗൽ സാഹിബ് മെതിയടി ഇട്ടുകൊണ്ട്, ഈ ഒരു കറുത്ത കോട്ടും ഇട്ടുകൊണ്ടാണ് നടന്നു പോകും. മെതിയടിയാണ്, ചെരുപ്പല്ല, മെതിയടി ഇട്ടുകൊണ്ട് നടന്നു പോകും. അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക തേജസ് എന്നാണ് പറയുന്നത്. രോഗികൾ സൗഖ്യം എങ്ങും എഴുതപ്പെട്ടിട്ടില്ല. ഈ ചരിത്രങ്ങളൊന്നും തന്നെ എങ്ങും എഴുതപ്പെട്ടിട്ടില്ല. ബെറൻ സമൂഹത്തിന് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വര്യനായിരുന്നു നാഗൽ സാഹിബ്. അദ്ദേഹത്തിന്റെ പാട്ടുകളിലെ യേശുവിൻ തിരുപ്പാദത്തിൽ ഇരുന്ന് കേൾക്കണ എന്ന പാട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പാട്ടാണ്. കാരണം റോജിൻ, ആ പാട്ട് ഇപ്പോൾ നമ്മുടെ YMCA ട്രഷറർ ആയിരിക്കുന്ന ബിജോ കളിക്കലും കുടുംബം ചേർന്ന് പാടുവേ. യേശുവിൻ തിരുപാദത്തിൽ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം, തന്റെ വിശുദ്ധവാക്യങ്ങൾ നമ്മുടെ ജീവനാ.
യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയും ആകയാൽ ആത്മരക്ഷയുടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട ആത്മമരണം മാറും നീതിയിൽ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. താങ്ക് യു ബിജു. റോജിൻ. താങ്ക് യു ബിജോ കളിക്കൽ. പറഞ്ഞപ്പോൾ തന്നെ വന്ദനമേശ്വര എന്ന പാട്ട് നമ്മുടെ തൊമ്മിയുപദേശിയ എഴുതിയ പാട്ടാണെങ്കിലും പറഞ്ഞ പാട്ട് തന്നെ പാടിയല്ലോ, യേശുവിൻ തിരുപാദത്തിൽ ഇരുന്ന് കേൾക്കുന്ന. ഒരു ഗുരുകുല സമ്പ്രദായത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് നാട്ടിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ നാഗൽ സാഹിബ് അറിയുന്നതും മനസ്സിലാക്കുന്നതും. ഇങ്ങനെ വ്യക്തികൾ തമ്മിൽ ചുറ്റും കൂടിയിരുന്നാണ് ഗുരുകുല വിദ്യാഭ്യാസം നടക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ പാട്ട് എഴുതുന്നത്. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്ന് കേൾക്കുന്ന. നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസവും യേശുവിന്റെ കാലത്തെ പഠിപ്പീരുകളും തമ്മിൽ ഒരു കമ്പാരിസൺ അദ്ദേഹം നടത്തിയിട്ട് എഴുതിയ പാട്ടാണ് യേശുവിൻ തിരുപാദത്തിൽ എന്നുള്ളത്. ഇതേ നാഗൽ സാഹിബ് തന്നെയാണ് യേശുവിന്റെ സൗന്ദര്യത്തെ കുറിച്ച് എഴുതിയത്. യേശുവേ നിന്റെ രൂപം ഈ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെ എന്ന് എഴുതിയ, അതും മലയാളി ക്രൈസ്തവരെ സംബന്ധിച്ച് മറക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ്. ഞാൻ പറയുമ്പോൾ നാഗൽ സാഹിബും തൊമ്മിയുപദേശിയും ഇങ്ങനെ ക്ലബ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓർഡറിലല്ല പറയുന്നത്. എങ്കിൽ തന്നെയും ഈ പ്രമുഖരായ ഈ വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ ഹൃദയം സത്യത്തിൽ സന്തോഷം കൊണ്ട് തുള്ളുകയാണ്. നാഗൽ സാഹിബിന് മലയാള ഭാഷയിലെ പ്രാവീണ്യത്തെ കുറിച്ച് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. വളരെയധികം ബുദ്ധിമുട്ടുകൾ അദ്ദേഹം സഹിച്ചു. അദ്ദേഹത്തിനെ മലയാളം പഠിപ്പിച്ച ഒരു ഗുരു തന്നെ ഉണ്ടായിരുന്നു നാട്ടിൽ. തൊമ്മിയുപദേശിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അധ്യാപകനായി തന്നെ ജോലി നേടുകയുണ്ടായി. അദ്ദേഹം മാരാമൺ കൺവെൻഷനിൽ ഒരു പരിഭാഷകനായി കടന്നു വന്നപ്പോഴാണ്, അദ്ദേഹം തമിഴിൽ നല്ല സ്വാധീനമായിരുന്നു നമ്മുടെ തൊമ്മിയുപദേശിക്ക്. മാരാമൺ കൺവെൻഷനിൽ അദ്ദേഹം ഒരു പരിഭാഷകനായി എത്തിയതിനു ശേഷമാണ് തന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. വെൺമഴു എന്നൊരു മാസിക അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. കൂടാതെ അനവധി ആ സമയത്ത് ഇറക്കുകയുണ്ടായി. എനിക്ക് ഈ പാഠ്യപുസ്തകങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പാഠ്യപുസ്തകങ്ങളിൽ മിക്ക പാഠ്യപുസ്തകങ്ങളിലും പാഠ്യപുസ്തകങ്ങളുടെ ആദ്യത്തെ പാട്ട് നാഗൽ സാഹിബിന്റെയോ അല്ലെങ്കിൽ തൊമ്മിയുപദേശിയുടേതോ അല്ല. ഞാൻ ഈ കൂട്ടത്തിൽ കുറച്ചു മുമ്പാണ് കണ്ടത്, ഈ നമ്മുടെ തുടക്കത്തിൽ ഈ പ്രാർത്ഥിച്ചു തുടങ്ങണമെന്ന് ശാഠ്യം പിടിച്ച പ്രിയപ്പെട്ട ഷാജി ഐക്കര കുര്യൻ തോമസ്, അദ്ദേഹത്തിന്റെ പിതാമഹൻ എഴുതിയ പാട്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ഒത്തിരിയും ശ്രദ്ധിക്കേണ്ട ഒരു പാട്ടാണ്. ക്ഷാമകാലത്തെന്നെ ക്ഷേമമോടെ കാക്കുന്ന ദൈവത്തിന് സ്തോത്രം എന്ന പാട്ട് എഴുതിയത്. ഞാൻ അവിചാരിതമായിട്ട് അത് ഓർത്തപ്പോൾ പറഞ്ഞതായിരുന്നു. അദ്ദേഹം ഇവരുടെയൊക്കെ കാലഘട്ടത്തിന് ശേഷം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയ ഒരു പാട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മാരാമൺ കൺവെൻഷനിലെ ഗാന ശുശ്രൂഷകളിൽ കൂടിയാണ് കേരളത്തിലെ ആത്മീകമായുള്ള ഒരു വലിയൊരു ഉണർവിന്റെ വേലിയേറ്റം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയുമ്പോൾ ആ ചരിത്രം കൂടി പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? മാരാമൺ കൺവെൻഷനിലാണ് ഈ പാട്ടുകളെല്ലാം തന്നെ വളരെ പ്രശസ്തമായി മാറിയത്.
തൊമ്മി ഉപദേശിയുടെയും നാഗൽ സാഹിബിന്റെയും എല്ലാം ഗാനങ്ങൾ തന്നെയും അവിടെ പാടുകയുണ്ടായി. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രൈസ്തവർക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ക്രൈസ്തവർക്ക് ഒത്തിരി ഡിനോമിനേഷനുകളും കാര്യങ്ങളും ഒക്കെ കാണും. പക്ഷേ പാട്ടുകളുടെ കാര്യം വരുമ്പോൾ യാതൊരുവിധ ഡിനോമിനേഷനും ഇല്ല. തൊമ്മി ഉപദേശിയുടെ പാട്ട് മർത്തോമക്കാരനാകും പറഞ്ഞുകൊണ്ട് ഓർത്തഡോക്സുകാർ പാടാതിരിക്കത്തില്ല. നാഗൽ സാഹിബ് ബ്രദറുകാരനായതുകൊണ്ട് നാഗൽ സാഹിബിന്റെ പാട്ടുകൾ കത്തോലിക്കർ പാടാതിരിക്കില്ല. അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ പാടുന്ന പാട്ടുകളാണ് നമ്മുടെ മിഷണറി വര്യന്മാരുടെ, അതുപോലെ തന്നെ ഗാനം എഴുതുന്നവരുടെ എല്ലാവരുടെയും പാട്ടുകൾ പാടും എന്നുള്ള ഒരു വലിയ സന്തോഷം. നാഗൽ സാഹിബ് എഴുതിയ വളരെ പ്രശസ്തമായ മറ്റൊരു ഗാനമാണ് കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ എന്നുള്ള പാട്ട്. ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു പരിഭാഷയായിരുന്നു അത്. വളരെ കൃത്യമായ രീതിയിലാണ് അതിൽ ഓരോ വരികളും അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ശുദ്ധമായ മലയാളത്തിൽ വളരെ ലളിതമായ പദങ്ങൾ കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കി തന്ന ആ ഒരു പാട്ട്, കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ എന്നുള്ള ആ ഒരു പാട്ട്, അത് എനിക്ക് ഇവിടെ ആരോ അത് പാടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നതാണ് അലക്സാണ്ടർ അടുത്ത് പറഞ്ഞെന്ന് ഓർക്കുന്നു. ശരിയല്ലേ? അതാണ് ഇപ്പം റോജിന് ഒരു ടെക്നിക്കൽ കണ്ടിന്യൂ ചെയ്തോ. റോജിൻ കണ്ടിന്യൂ ചെയ്തോ. തൊമ്മി ഉപദേശി എഴുതിയ പാട്ടുകളിൽ ഏറ്റവും പ്രശസ്തം എന്തതിശയമേ ആണെന്ന് പറഞ്ഞാലും മലയാളി ക്രൈസ്തവരുടെ വീടുകളിൽ ഏതെങ്കിലും ഒരു വിശേഷ അവസരം ഉണ്ടാകുമ്പോൾ, ഒരു വിവാഹമാകട്ടെ, ഒരു യാത്രയ്ക്ക് ആകട്ടെ, പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളായിരിക്കുമ്പോൾ നമ്മളെയൊക്കെ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരുന്നുള്ള യാത്രയിൽ ഒക്കെ പാടുന്ന ഒരു പാട്ടാണ് എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്ത് ചെയ്യേണ്ടു. ആ പാട്ട് പാടാത്തവരായി ഈ കൂട്ടത്തിൽ ആരും തന്നെ കാണുകയില്ല. അത് നമ്മളെയൊക്കെ യാത്ര അയക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മംഗളകർമ്മത്തിന് നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴൊക്കെ പാടുന്ന പാട്ടാണ് എന്നോടുള്ള നിൻ സർവകൾ നന്മകൾക്കായി. അതേപോലെ തന്നെയുള്ള അടുത്തൊരു പാട്ടാണ് വന്ദനമേശുവര നിനക്കെന്നും വന്ദനമേശുവര. ഈ പാട്ടുകളെല്ലാം തന്നെ മലയാളി ക്രൈസ്തവരുടെ ഇടയിൽ നമ്മുടെ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ പാടി പതിപ്പിച്ച പാട്ടുകളാണ്. അല്ലെങ്കിൽ ഈ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരു പാട്ട് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ അതിനെ ഒരു 20-35 വർഷം മുമ്പുള്ള ടേപ്പ് റെക്കോർഡർ യുഗത്തിൽ പാട്ടുകൾ കേട്ട് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. റേഡിയോ യുഗത്തിൽ നമുക്ക് പാട്ടുകൾ പഠിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിലാണ് ഈ പാട്ടുകൾ കൂട്ടായ്മ യോഗങ്ങളിൽ കൂടി പാടി പതിപ്പിച്ച് പഠിപ്പിച്ചത് നമ്മളെ. വന്ദനമേശ്വര 2 വരി നമ്മുടെ ബിജോ പാടും. ബിജോ. വന്ദനമേശുവര നിനക്കെന്നും വന്ദനമേശുവര വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവായി. ഇന്നു നിൻ സന്നിധിയിൽ പടയാർക്കു വന്നു ചേരുവാനായി തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ.
തന്നാവിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. റോജൻ. വന്ദനമേശ്വര പറഞ്ഞപ്പോൾ തന്നെ അതേ സംഗീതത്തിൽ, അതേ മ്യൂസിക്കിൽ തന്നെ അദ്ദേഹം മറ്റൊരു ഗാനം കൂടി എഴുതി. ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനെ. ഇപ്പോഴും ഇതേ മ്യൂസിക് തന്നെയാണ് ഉപയോഗിച്ചത്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ എഴുത്തുകാർക്കിടയിലെ ഈ സംഗീതത്തോട് അഭികാമ്യം അവർക്കുണ്ടായിരുന്നു എങ്കിൽ തന്നെയും മ്യൂസിക്കുകൾ കടം കൊള്ളുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സുഹൃത്തുക്കളായിരുന്ന സാധു കൊച്ചിൻ ഉപദേശിയും മഹാകവി KV സൈമണും സുഹൃത്തുക്കളായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പാട്ടുകളുടെ മ്യൂസിക്കുകൾ കൈമാറുകയുണ്ടായി. അങ്ങനെ ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഈ മിശ്ര വാര്യന്മാരെ കുറിച്ച് പറയുമ്പോൾ സാധു കൊച്ചിൻ ഉപദേശിയെയും അതുപോലെ മഹാകവി KV സൈമണെയൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മധ്യതിരുവിതാംകൂറിലെ ഉണർവിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച രണ്ട് വ്യക്തികളാണ് അവർ രണ്ടുപേരും. ഒരുപക്ഷെ അവിചാരിതമായിട്ടെങ്കിൽ പോലും അവരൊക്കെ നമ്മുടെ വാക്കുകൾക്കിടയിലേക്ക് അല്ലെങ്കിൽ ഈ സംസാരത്തിനിടയിലേക്ക് അവിചാരിതമായി പോലും കടന്നു വന്നു. അതും വളരെ സന്തോഷമുണ്ടാക്കും. നമ്മള് ഇനിയും പറയേണ്ട ഒരു കാര്യം, ഈ പ്രിയപ്പെട്ട നാഗൽ സായിപ്പ്, അദ്ദേഹത്തിന് പ്രവർത്തന മേഖല കേരളം തന്നെ ആയിരിക്കണം, മലയാള നാട് തന്നെ ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യനാണ്. എന്നാൽ തന്റെ മക്കളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരിക്കൽ ജർമ്മനിയിലേക്ക് പോവുകയുണ്ടായി. അവിടെ ചെന്നിട്ട് ഒരു 6 മാസം കൊണ്ട് എത്രയും വേഗം തിരികെ വരാം. കാരണം ഭാര്യയും മറ്റു മക്കളെയും രണ്ടുപേരെയും കൊണ്ടാണ് പോകുന്നത്. അവർക്ക് ലണ്ടനിൽ അഡ്മിഷന് വേണ്ടിയാണ് പോകുന്നത്. അവിടെ നിന്ന് തിരികെ വരാം എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, 1-ാം ലോക മഹായുദ്ധം അന്ന് കാഹളം മുഴങ്ങുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഈ കർത്തൃകാഹളം എന്നുള്ള ആ പാട്ട് എഴുതിയതെന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ ആധികാരികമായ രേഖകൾ ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. ഇദ്ദേഹം ഈ ചിത്രത്തിൽ, ഇപ്പം അലക്സാൻ ഇപ്പൊ ഇട്ട ചിത്രത്തിന്, അത് ആ ചിത്രം ഒന്നുകൂടി ഇടാം. ഇല്ല, കുഴപ്പമില്ല, അതിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ആ സമയത്താണ് അദ്ദേഹം അവിടേക്ക് ഇത് നാഗലിന്റെ മക്കളാണ്. ഇടയ്ക്ക് ഒത്ത നടുക്ക് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനുജത്തിയാണ്. ഞാന് ഈ നാഗലിന്റെ കൊച്ചുമക്കളുമായിട്ട് കൊച്ചുമക്കളുമായിട്ട് ബന്ധപ്പെടാൻ ഒരു അവസരം ഉണ്ടായി. ഈ ബന്ധപ്പെട്ട് അതിലെ ഒരു മകൾ പൗളിൻ എന്ന് പറഞ്ഞ ഒരു കൊച്ചുമകളുടെ മകളാണ്. അവരിപ്പോ UK യിലുണ്ട്. അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവര് വളരെ സന്തോഷമായിട്ട് കാര്യങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കേരളത്തിലെ ജനത തന്റെ പിതാമഹനെ അല്ലെങ്കിൽ ഇത്രത്തോളം ബഹുമാനം കൊടുക്കുന്നു എന്ന് ചിന്തിച്ചതിനെ കുറിച്ച് അവർ പറയുകയുണ്ടായി. അതുപോലെ മറ്റൊരു കൊച്ചുമകൾ അമേരിക്കയിലുണ്ട്. അവരും ഈ വിഷയത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടായി. അവർക്ക് നമ്മുടെ ഈ പത്രത്തിൽ വന്നതും പഴയ ഫോട്ടോസും ഒക്കെ വെച്ചിട്ട് ഈ ഫോട്ടോകൾ അടക്കം അവർക്ക് അയച്ചു കൊടുക്കും. അവർ നാട്ടിൽ വന്നിട്ടുണ്ട്. പൗളിൻ മൺസ് എന്നാണ് അവരുടെ പേര്. ഒരു നാട്ടിലെത്തി വന്നിട്ടുണ്ട് കുറെ വർഷങ്ങൾക്ക് മുൻപ്. കുന്നംകുളത്തും തൃശ്ശൂരും ഒക്കെ അവർ പരിപാടികളിലൊക്കെ, വാണിയംകുളത്ത് പോയിരുന്നു, അവിടെയൊക്കെ പരിപാടിയിലൊക്കെ പങ്കെടുത്തു. അവിചാരിതമായിട്ട് ആ ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞാണ്. ഈ നടുക്ക് നിൽക്കുന്ന സ്ത്രീ ഈ നാഗലിന്റെ ഭാര്യ ഹാരിയറ്റ് മിച്ചലിന്റെ അനുജത്തിയാണ്. അത് അവരുടെ മക്കളൊന്നുമല്ല, അവരുടെ അനുജത്തിയാണ്. അവരുടെ റിവൈവിംഗ് ദ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ തന്ന കുറെ ഡീറ്റെയിൽസ് ആണ്. അവിചാരിതമായിട്ട് അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ നാഗൽ സായിപ്പ് പാട്ടുകൾ എഴുതിയ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പാട്ടാണ് സ്നേഹത്തിൻ ഇടയനാമേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര നീയല്ലാതാരുമില്ല. ആ പാട്ട് നാഗൽ സാഹിബിന്റെ പാട്ടായിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു സിനിമയിൽ മുൻപ് പറഞ്ഞ വയലാർ തന്നെ എഴുതിയിട്ടുണ്ട്. നീ
പാട്ട് അഴകുള്ള സെലീന എന്ന ചിത്രത്തിൽ ആണ് വയലാർ എഴുതിയത്. മാറ്റം ഒന്നും വരുത്താതെ എഴുതിയത്. പക്ഷെ വയലാറിന്റെ പേരിൽ തന്നെയാണ് ക്രെഡിറ്റ് കിടക്കുന്നത്. ഈ പാട്ടിന് സംഗീതം കൊടുത്തത് ഗാനഗന്ധർവൻ എന്ന് നമ്മൾ വിളിക്കുന്ന യേശുദാസാണ്. പക്ഷെ ഈ നാഗൽ കൊടുത്ത സംഗീതത്തിന്റെ അത്ര മികവ് ആ പാട്ടിന് ഇല്ല എന്ന് തന്നെ ആണ് എനിക്ക് പറയാനുള്ള താല്പര്യം. പലപ്പോഴും സിനിമകളിലൊക്കെ പാട്ടുകൾ കടന്നു വരുന്നത് സ്വാഭാവികമാണ്. പല ക്രിസ്തീയ പാട്ടുകളുണ്ട്. പല ക്രിസ്തീയ ഗാനമെന്ന് നമ്മൾ വിചാരിക്കുന്ന പല പാട്ടുകൾ സിനിമയിലേക്ക് കടന്നു വരികയുണ്ടായി. പല ഗാനമേളകളിലും പാടുന്ന ഒരു പാട്ടാണ് സത്യനായക മുക്തിദായക എന്നുള്ളൊരു പാട്ട്. പല ഗാനമേളകളിലും പാടും. അപ്പോൾ നമ്മൾ കരുതുന്നത് ഒരു ക്രിസ്തീയ പാട്ട് പാടി തുടങ്ങുന്നത്. സത്യത്തിൽ അതൊരു ക്രിസ്തീയ ഗാനമല്ല. അത് ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയ ഒരു പാട്ടാണ്. MS വിശ്വനാഥന്റെ സംഗീതത്തിൽ എഴുതിയൊരു പാട്ടാണ്. അങ്ങനെ കുറെ പാട്ടുകൾ കടന്നു വന്നിട്ടുണ്ട് സിനിമയിലേക്കൊക്കെ. നാഗൽ സാഹിബിന്റെ 2 പാട്ടുകൾ, ഒന്ന് സമയം, അതുപോലെ തന്നെ ഈ സ്നേഹത്തിന് ഇടയനും എന്നുള്ള ഗാനങ്ങൾ മലയാള സിനിമയിലേക്ക് കടന്നു വന്നു. കുറച്ചുകൂടെ പോപ്പുലറായി സിനിമയിലേക്ക് വരും. കുറച്ചുകൂടെ പോപ്പുലറായി എന്ന് നമ്മൾ പറയുമെങ്കിൽ തന്നെയും അത് സിനിമാ പാട്ടല്ല ശരിക്കും. എന്നാൽ നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട്. അത് അവർ ഒരൊറ്റ പാട്ടേ പാടിയിട്ടുള്ളൂ. മേരി ശൈല എന്ന് അവരുടെ പേര്. ഒറ്റ പാട്ടേ പാടിയിട്ടുള്ളൂ, മേരി ശൈല. ആ പാട്ട് എഴുതിയിരിക്കുന്നത് പൂവച്ചൽ ഖാദർ എന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പാട്ടുകൾ ഇന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കോളേജിൽ അധ്യാപകനായിരുന്ന പ്രശസ്ത ക്രൈസ്തവ ഗാനരചയിതാവ് പ്രൊഫസർ കോശി തലക്കൽ, അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, ഒരു പുൽക്കൂടും ഒരു യേശു കുഞ്ഞും അതുപോലെ കുറച്ച് മെഴുകുതിരിയും കുറച്ച് ആട്ടിടയന്മാരും ഉണ്ടെങ്കിൽ ആർക്കും ഒരു പാട്ട് എഴുതാവും. തമാശയായിട്ട് അദ്ദേഹം പറഞ്ഞല്ലേ, വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാണ്, ആർക്കും പാട്ട് എഴുതാവും. അതല്ല കീർത്തന സാഹിത്യം എന്ന് പറയുന്നത്. കീർത്തന സാഹിത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ പാദത്തിൽ ഇരുന്ന് അപേക്ഷിച്ച് യാചന നടത്തി മേടിക്കേണ്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ വളരെ പ്രശസ്തമാണ്. അമച്വർ നാടകവേദിയിലെ പ്രശസ്തനായ നടനായിരുന്നു. കേരളത്തിലെ ഏറ്റവും മികച്ച നടനായിരുന്നു കോശി തലക്കൽ. അദ്ദേഹം ആ വഴികളെല്ലാം വിട്ടപ്പോൾ എഴുതിയ പാട്ടാണ് നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹം ഓർക്കുമ്പോൾ എന്നാവ് അതെങ്ങനെ മിണ്ടാതിരുന്നിടും. അതിനേക്കാൾ പ്രശസ്തമായ ഗാനം നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ, ആ ഒരു പാട്ട്. അങ്ങനെയുള്ള പാട്ടുകൾ എഴുതിയ കോശി തലക്കൽ പറഞ്ഞത് ഞാൻ ഈ ഓർക്കുകയാണ്. കാരണം മുട്ടിൽ നിന്ന് തഴമ്പോടുകൂടി പ്രാർത്ഥിച്ചവന് മാത്രമേ ഇത്തരത്തിലുള്ള ഗാനങ്ങൾ എഴുതാൻ വേണ്ടി പറ്റുകയുള്ളൂ. കാരണം ഇന്നത്തെ ഗാനരചയിതാക്കളെ ഞാൻ കുറ്റം പറയുകയല്ല. 100 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ വന്ന് മലയാളം പഠിച്ച് നാഗൽ സാഹിബ് എഴുതിയ 66-ൽ പരം ഗാനങ്ങൾ, തൊമ്മി ഉദേശി 38 വയസ്സിൽ മരിച്ച തൊമ്മി ഉദേശി എഴുതിയ എണ്ണം അറ്റ ഗാനങ്ങൾ. ഇവർക്കെല്ലാം കുടുംബവും മറ്റുള്ള ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇതിനിടയിലും ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് കൃത്യമായിട്ട് ലളിതമായ പദങ്ങൾ കൊണ്ട്, പദസമ്പത്ത് കൊണ്ട് നിറച്ച് മലയാളത്തിൽ അധികം വാക്കുകൾ ഇല്ലാതിരുന്ന കാലത്തിൽ പോലും എഴുതാൻ സാധിച്ചുവെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്നു മുകളിൽ നിന്നുള്ളവന്റെ കൃപ മാത്രമെന്ന്. ആ ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള സംഗീതങ്ങൾ എഴുതുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വരികൾ എഴുതുവാൻ വേണ്ടി ആളുകൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്നും മരണമില്ലാതെ 100 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ പ്രിയപ്പെട്ടവരുടെ ഗാനങ്ങൾ ജനങ്ങൾ പാടുന്നത്. നമുക്ക് യാതൊരു വിമുഖതയും തോന്നുകയില്ല. ആളുകൾക്ക് നാഗലിന്റെയോ അല്ലെങ്കിൽ തൊമ്മിയുടെ ഗാനങ്ങൾ കേട്ട യാതൊരു ബോറടിയോ തോന്നാറില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ഏതെങ്കിലും എന്തെങ്കിലും കുറ്റം പറയാൻ വേണ്ടി ഉണ്ടോ? വരികൾക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടോ? എന്തുകൊണ്ട് തെറ്റുകൾ ഉണ്ടാകുന്നില്ല? പദസമ്പത്തുകൾ എന്തെങ്കിലും തെറ്റുകളുണ്ടോ? പലപ്പോഴും അദ്ദേഹത്തിന്റെ എന്തതിശയമേ എന്നുള്ള ഗാനത്തിനകത്ത് പലപ്പോഴും മലയാളി ക്രൈസ്തവർ തെറ്റിപ്പാടുന്ന ഒരു പാട്ടുണ്ട്. സ്നേഹവാപിയെ നീ എന്നിൽ നിന്നാണ് അദ്ദേഹം എഴുതിയത്. അതിനെ മലയാളികൾ പാടി വന്നപ്പോൾ അത് സ്നേഹപാപിയാക്കി കളഞ്ഞു. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അക്ഷരത്തെറ്റായിരിക്കാം എന്ന് നമുക്ക് കരുതാം. അന്നത്തെ കല്ലച്ചിൽ അടിച്ചിരിക്കുന്ന തെറ്റുകളായിരിക്കും. കാരണം ആളുകൾ പാടുന്നതല്ലേ പിന്നീട് മറ്റുള്ളവരും പാടുകയുള്ളൂ. അങ്ങനത്തെ ചില മിസ്റ്റേക്കുകൾ ഉണ്ടായെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അവരുടെ പാട്ടുകൾക്കൊന്നും തന്നെ മരണം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് 100 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇത്ര കൃത്യമായ രീതിയിൽ തന്നെ ആ പാട്ടുകൾ ലോകമെങ്ങുമുള്ള മലയാളികൾ പാടുന്നത്.
ഞാനൊരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. നാഗൽ സാഹിബിന്റെ ഗാനങ്ങളെ കുറിച്ച് മലയാള മനോരമയിൽ വന്ന ആ ഒരു ലേഖനം, അതിനുശേഷം കഴിഞ്ഞ ആഴ്ച നമ്മുടെ തൊമ്മി ഉദേശിയുടെ 101ാം ചരമവാർഷികം ഈ കഴിഞ്ഞ 10-ാം തീയതിയായിരുന്നു. അതിനു മുൻപുള്ള ഞായറാഴ്ചയിൽ മലയാള മനോരമയിൽ വന്ന എന്തതിശയമേ എഴുതിയ തൊമ്മി ഉദേശിയുടെ ജീവചരിത്രം വന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലിജോ വർഗീസ് പാലമറ്റം എന്ന വ്യക്തി എഴുതിയതാണ്. ഈ 2 ലേഖനങ്ങളും കടന്നു വന്നപ്പോൾ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർക്കൊപ്പം തന്നെ വളരെയധികം അക്രൈസ്തവരായ ആളുകൾ ഈ മിഷണറിമാരെ കുറിച്ച് അറിയുകയുണ്ടായി. ഈ കൊറോണ കാലത്ത് നമ്മളത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. കാരണം ക്രിസ്തു സ്നേഹത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പാട്ടുകൾ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. നാഗൽ സാഹിബും അതുപോലെ തന്നെ തൊമ്മി ഉപദേശിയും കേരളത്തിൽ അക്കാലത്ത് നടമാടിക്കൊണ്ടിരുന്ന രോഗങ്ങളായിരുന്നു കോളറ, ക്ഷയം, വസൂരി എന്നുള്ള രോഗങ്ങൾ വല്ലാതെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഈ രോഗികളുടെയൊക്കെ വീടുകളിൽ ഇന്നത്തെ കൊറോണ കാലം പോലെ തന്നെ ഇന്ന് പ്രവാസിയെ കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, മറ്റൊരു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് പോലെ തന്നെ 100 വർഷം മുൻപും ഇതേപോലെ തന്നെ സംഭവിച്ചിരുന്നു. വസൂരി വല്ലാത്ത രീതിയിൽ കേരളത്തിൽ വ്യാപിച്ചപ്പോൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗത്ത് വല്ലാത്ത രീതിയിൽ വ്യാപിച്ചപ്പോൾ ഒരു വസൂരി ബാധിച്ച ഒരാളുടെ ഭവനത്തിലേക്ക് അദ്ദേഹം ചെന്നപ്പോൾ, നാഗൽ സാഹിബ് ചെന്നപ്പോൾ അവിടെ കാണുന്ന കാഴ്ച വളരെയധികം ഹൃദയസ്പൃക്കായിരുന്നു. വല്ലാത്തൊരു രീതി. കാരണം അവിടെ ചെന്നപ്പോൾ ഈ വസൂരി നോട്ടക്കാർ എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അവര് ചാരായം കുടിച്ചുകൊണ്ടാണ് അവർ ഈ ജോലിക്ക് കടന്നു വരുന്നത്. ഈ വീട്ടുകാർ അവിടെ നിന്ന് പോകും, എത്രയോ കിലോമീറ്ററുകൾ മാറിപ്പോകും. അതിനു പകരം അവരാണ് ഈ വസൂരി നോട്ടക്കാരെ ഏൽപ്പിച്ചിട്ട് പോകും. ഈ രോഗിക്ക് വല്ലപ്പോഴും ഒരു ഭക്ഷണം കൊടുത്തെങ്കിലായി, കൊടുത്തില്ലെങ്കിലായി, ആ രീതിയിലൊക്കെ അവര് പൊക്കോണ്ടിരിക്കും. അങ്ങനെ ഒരിക്കൽ വരുമ്പോ കാണുന്ന ഒരു കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പായ്ക്കെട്ടിനകത്ത് ഈ വസൂരിപ്പുരയിൽ ഉണ്ടായിരുന്ന ആളുകൾ മരിച്ചെന്ന് കരുതി ഒരാളിനെ ഒരു പായ്ക്കകത്ത് കെട്ടി ഒരു മൂലയ്ക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. നാഗൽ സാഹിബ് എന്നപ്പോൾ വസൂരി നോട്ടക്കാർ എന്ന് പറയുന്ന ആളുകള് അവര് കുഴിയെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ചെന്നപ്പോൾ അവിടെ കാണുന്ന എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പായ്ക്കെട്ട് അനങ്ങുന്നു. നാഗൽ സാഹിബ് നോക്കുമ്പോൾ ആ പായ്ക്കെട്ടിനകത്ത് ഉള്ള ആളിന് ജീവൻ വെച്ചിരിക്കുന്നു. ജീവനുണ്ട്, ശ്വാസമുണ്ട്, ജീവൻ. അങ്ങനെ ആ വസൂരി നോട്ടക്കാർ വന്നപ്പോൾ അവരെ അഴിച്ചു വിടുകയുണ്ടായി. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത നാഗൽ സാഹിബ് വെറും സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. കാരണം പാവപ്പെട്ടവരുടെ വീടുകളിൽ അദ്ദേഹം ചെല്ലും. അവിടെ ചെന്നിട്ട് കപ്പയും കാന്താരിയും മുളക് സംബന്ധിയും കഴിക്കും. എരിവുണ്ടായി കഴിയുമ്പോൾ നാക്കിൽ കണ്ണും എല്ലോടെ എരിഞ്ഞ് അല്ലെങ്കിൽ മുഖം മുഴുവൻ ചുമന്ന്, വെളുത്ത മനുഷ്യനാണല്ലോ, അപ്പൊ അതുകൊണ്ട് മുഖം മൊത്തം ചുമന്നൊരു വല്ലാത്ത രീതിയിലാകും. അല്ലെങ്കിൽ കണ്ണിൽ കണ്ണുനീര് വന്നാലും ശരി അവരോടൊപ്പം സന്തോഷിക്കും. അവർക്ക് വീടുകൾ വെക്കുമ്പോൾ വീട് ഓലമേയുവാൻ, ഇപ്പോഴല്ലേ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നമ്മുടെ നാട്ടിൽ ഒത്തിരിയായ. ബാസൽ മിഷന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ബാസൽ മിഷന് സ്വന്തമായി ഓട് നിർമ്മാണം ഉണ്ടായിരുന്നു. കേരളത്തിലെ ഒരുപക്ഷെ നമ്മുടെ നാടുകളിലെ വീടുകളിലെ പഴയ ഓട് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബാസൽ മിഷന്റെ ഫാക്ടറികളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഓടുകളാണ്. പ്രസ്സുകൾ ഉണ്ടായിരുന്നു. അവർക്ക് വളരെ വലിയ സംഭാവനകളാണ് നമ്മുടെ നാട്ടിൽ കൊടുത്തത്. അല്ലാതെ അവരത് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ആളുകൾക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല അവരത് പ്രവർത്തിച്ച്. കേരളത്തിലുള്ള എല്ലാവരുടെയും മിക്കവരുടെയും വീട്ടിലെ ഓടിന്റെ പ്രവേശം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ബാസൽ മിഷന്റെ പേര് കാണും. അപ്പോൾ ഇതിന്റെ എല്ലാം അധിപനായിട്ട് അദ്ദേഹം ഒരു കാലത്തുണ്ടായിരുന്നു. അപ്പൊ ഈ ബാസൽ മിഷന്റെ ഒരു പ്രേക്ഷിത പ്രവർത്തകനായിട്ട് അദ്ദേഹം ഉണ്ടപ്പോൾ ബാസൽ മിഷന്റെ വേദപഠനശാലയിൽ നിന്ന് അദ്ദേഹം 6ഓളം ഭാഷയിൽ പ്രാവീണ്യം നേടിയിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. കേരളത്തിൽ വന്ന് മലയാളം കൂടി പഠിക്കുന്നു. 7 ഭാഷയിലുള്ള പ്രാവീണ്യം. അദ്ദേഹത്തിന്റെ അന്ത്യകാലം അദ്ദേഹം അവിടെ പോയിട്ട് നാട്ടിലേക്ക് തിരികെ വരാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. പക്ഷെ തന്റെ ഭാര്യയും വേറൊരാളും കൂടെ ചേർന്ന് അവിടെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് അവിടെ നിന്ന് ജർമ്മനിയിൽ എത്തുന്നു. ജർമ്മനിയിലെ ബിൽഡേവാർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബൈബിൾ കോളേജിലാണ് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന് പക്ഷാഘാതം ഉണ്ടാകുന്നു, പാരലൈസ് ആയി പോകുന്നു. ഈ ഭാര്യ അവിടെ ചെന്ന് അന്ന് ആ കാലത്ത് അവിടെ പോയിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനും അതിനുശേഷം അവിടെ വെച്ച് മരിക്കുവാനും. ഈ നാഗൽ സാഹിബിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ തന്റെ മാതാപിതാക്കൾ നഷ്ടപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു തുകൽ പണിക്കാരനായിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ വേദപഠനത്തിലേക്ക് പോകുന്നതിന് കാരണം ഈ ബിൽഡേവാൾഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹമാണ് ഇദ്ദേഹത്തെ സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ചത്. 54-ാം വയസ്സിൽ
മകൾ മരിക്കുമ്പോൾ ഈ വിൽഡേവാൾഡ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് അവിടെ എത്തുകയുണ്ടായി. ഈ ജർമ്മനിയിലെ ആ സ്ഥലത്ത് എത്തുകയുണ്ടായി. ആ ശവസംസ്കാര ശുശ്രൂഷയിലേക്ക് അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. നാഗൽ സാഹിബ് ചെയ്ത പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഒട്ടനവധിയാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഒത്തിരി സംഭാവനകളുണ്ട്. ഈ സമൂഹ വ്യാപനമായ ഈ കൊറോണയുടെ കാലത്ത്, കോളറയുടെയും മറ്റേ അതുപോലെ തന്നെ വസൂരിയുടെയും കാലത്ത് കേരളത്തിലെ ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഈ കൊറോണ കാലത്ത് നമുക്ക്. അതുപോലെ തൊമ്മി ഉപദേശി നമ്മുടെ നാടിനു വേണ്ടി ചെയ്ത കോളറക്കാലത്തെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനെ ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന പോലെയല്ല, വളരെയധികം വിലയേറിയ രീതിയിലാണ് ഇവർ തങ്ങളുടെ സ്വന്തം കുടുംബത്തെ പോലും മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് എന്ന് സന്തോഷമായി കാണുന്ന ഒരാളാണ് ഞാൻ. തൊമ്മി ഉപദേശിയുടെ 36 ഗാനങ്ങളാണ് അദ്ദേഹം ഈ 38 വയസ്സിൽ എഴുതിയത്. നമ്മിൽ എത്ര പേർക്ക് പറ്റിയിട്ടുണ്ട്? ഒരു ഗാനം നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടോ? ഇതേ രീതിയിലുള്ള ഗാനങ്ങൾ എഴുതിയ കേരളത്തിലെ ഏറ്റവും മികച്ച ക്രിസ്തീയ ഗാനങ്ങളെ എടുത്തു വെക്കുകയാണെങ്കിൽ തൊമ്മി ഉപദേശിയുടെ എന്തതിശയമേ എന്നുള്ള ഗാനത്തിന് ആദ്യത്തെ ഒരു 5-നകത്ത് 10 കഴിഞ്ഞ ദിവസം ലിജോ വർഗീസ് പറഞ്ഞു. ഞാൻ പറയുന്നത് ആദ്യത്തെ 5 അല്ല, ഈ 100 വർഷത്തെ ഗാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 1-ാം സ്ഥാനം തന്നെ എന്തതിശയമേ എന്ന ഗാനത്തിന് കിട്ടും. കാരണം പുത്തൻ പാനയും അതുപോലെ തന്നെ പാതിരിപ്പാട്ടും വളരെ നല്ല രീതിയിൽ അർണോസ് പാതിരിയുടെ കാലത്തുള്ള ഈ പുത്തൻ പാനയും അങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് നമ്മുടെ ആളുകൾ കേട്ട് ആ കാലങ്ങളിൽ വന്നിരുന്നത്. പിന്നെ സംസ്കൃത പദങ്ങൾ കൂടുതലുള്ള പാട്ടുകളാണ്. അതിനിടയിലാണ് ഇത്ര ലളിതമായ രീതിയിൽ നാഗൽ സാഹിബും അതുപോലെ തൊമ്മി ഉപദേശിയും പാട്ടുകൾ എഴുതി. ഈ ഗാനങ്ങൾ വളരെയധികം സന്തോഷം ആളുകൾ ജനിപ്പിച്ചു. എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി, വന്ദനമേശുപര, ഇതെല്ലാം തന്നെ മരണമില്ലാത്ത ഗാനങ്ങളായിട്ട് ഇന്നും നമ്മുടെ ഇടയിൽ തുടരുന്നു. വിശുദ്ധ ഗീതങ്ങൾ എൻ രക്ഷക എൻ ദൈവമേ എന്നുള്ള ഗാനം ഇപ്പോൾ അനുഷ നമ്മുടെ നാട്ടിൽ നിന്ന് പാടുന്നുണ്ട്. നമുക്ക് സന്തോഷം. അനുഷ. എൻ രക്ഷക എൻ ദൈവമേ നിന്നിലായ നാൾ ഭാഗ്യമേ, എന്നുള്ളത്തിൻ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ഈശോ എൻ പാപം തീർത്ത നാൾ, കാത്തു പ്രാർത്ഥിക്കാരാക്കി താൻ, ആർത്തു ഘോഷിക്കാരാക്കി താൻ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ഈശോ എൻ പാപം തീർത്ത നാൾ, വൻകൃപ എന്നിൽ നടന്നു കർത്തനെന്റെ, ഞാനവന്റെ താൻ വിളിച്ചു, ഞാൻ പെൻഷെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ഈശോ എൻ പാപം തീർത്ത നാൾ. താങ്ക് യു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ജോർജ് ജെയിംസിന്റെ മകളാണ്. പുള്ളിക്കാരി നാട്ടിൽ നിന്നാണ് നമ്മളോടൊപ്പം ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത്. റോജിൻ. ദാരിദ്ര്യം, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു, ദാരിദ്ര്യം വല്ലാത്ത രീതിയിൽ അനുഭവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ തൊമ്മി ഉപദേശി. മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഈ ഉപദേശപ്പണിക്ക് പോയി കഴിഞ്ഞാൽ അന്നും ഇന്നും വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനം എന്നുള്ളത് മറ്റുള്ളവർക്ക് കുറ്റം വിധിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ആളുകൾ അത് കാണുന്നില്ല. ദൈവവേല എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും മികച്ച വേലയെന്ന് ഞാൻ പറയും. അവരനുഭവിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അന്നും ഈ സ്ഥിതിക്കൊന്നും വലിയ വ്യത്യാസമില്ലായിരുന്നു. ആ ദാരിദ്ര്യത്തിൽ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണത്തിന് വകയില്ല. വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ല. കൊച്ചുകുഞ്ഞേശ് ഇതേപോലെ ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്.
അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ ഒരു പാട്ടാണ് നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ എന്നുള്ളത്. ദിവ്യമായ സമ്പത്ത് യേശുവിൽ മാത്രമാണ് കണ്ടത്. അത് ഇന്നും 100 വർഷം മുമ്പും അതിനു മുൻപും എല്ലാം തന്നെ ക്രിസ്തു സ്നേഹത്തെ ആരെങ്കിലും രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലെല്ലാം തന്നെ ദിവ്യ സമ്പത്ത് അവർക്ക് എപ്പോഴും യേശു തന്നെയാണ്. അതിന്റെ വരികളും നല്ല ശ്രദ്ധേയമായ വരികളല്ലേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടുകൾക്കെല്ലാം ഇന്നത്തെ പോലെ വരികൾ ഒരാള്, സംഗീതം മറ്റൊരാള്, ആ രീതിയല്ല. അവരൊക്കെ തന്നെ അങ്ങ് സംഗീതം കൊടുക്കുകയാണ്. കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ എങ്ങനെ സംഗീതം വരുന്നു? മുകളിലുള്ള അപ്പൻ കൃത്യമായിട്ട് തന്നെയാണ് അവർക്ക് സംഗീതം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്നും നമ്മൾ സന്തോഷത്തോടുകൂടി ഈ പാട്ടുകൾ പാടുന്നത്. അദ്ദേഹം എഴുതിയ മറ്റൊരു പാട്ടാണ് ഹാ എത്ര ഭാഗ്യം ഉണ്ട് എനിക്ക് എന്നുള്ളത്. ആ പാട്ട് ഇംഗ്ലീഷിലുണ്ട്. ബ്ലസ്സഡ് അഷ്വറൻസ് ജീസസ് ഈസ് മൈൻ എന്നുള്ള പാട്ട് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് എഴുതിയതാണ്. അപ്പൊ അദ്ദേഹത്തിന് കേവലമായ വിദ്യാഭ്യാസം തമിഴിൽ മാത്രമല്ല ഇംഗ്ലീഷിലും അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു നാഗൽ സാഹിബ്. ഇവർ ഒരേ കാലഘട്ടത്തിലായിരുന്നു. തീർച്ചയായിട്ടും ഇംഗ്ലീഷിലുള്ള സംശയങ്ങൾക്ക് വേണ്ടി നാഗൽ സാഹിബിനെ അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കാം. അവരുടെ ഡയറികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എങ്കിൽ തന്നെയും നമുക്ക് അനുമാനിക്കാം നാഗൽ സാഹിബ് ഇദ്ദേഹത്തെ പാട്ടുകൾ എഴുതുന്നതിൽ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാഗൽ സാഹിബിന്റെ ഒരു ബന്ധം ഈ ബ്ലസ്സഡ് അഷ്വറൻസ് ജീസസ് ഈസ് മൈൻ എന്നുള്ള പാട്ട് എഴുതിയ ഹാ എത്ര ഭാഗ്യം ഉണ്ടെനിക്ക് എന്ന പാട്ട് എഴുതിയ തൊമ്മിക്ക് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രേഖകളിലെങ്ങും തന്നെ ഇങ്ങനെ ഒരു സംഭവം കാണുന്നുമില്ല. എങ്കിൽ തന്നെ ഞാനത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. നാഗൽ സാഹിബ് ഒത്തിരി പാട്ടുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായ രീതിയിലുള്ള ട്രാൻസ്ലേഷൻ ആയിരുന്നു. വെറുതെ വാക്കുകൾ എടുത്തു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചു ചേർക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ അല്ലായിരുന്നു. കർത്തൃകാഹളം, കുറച്ചു മുമ്പ് പറഞ്ഞ കർത്തൃകാഹളം എന്നുള്ള പാട്ട് അങ്ങനെ എഴുതിയൊരു പാട്ടാണ്. നമ്മളെ സമയമാരയത്തിനെ കുറിച്ച് പറഞ്ഞു, ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. അതേ പാട്ടിന്റെ അതേ മ്യൂസിക്കിൽ മറ്റൊരു പാട്ട് അദ്ദേഹം എഴുതി. ദൈവത്തിന്റെ ഏകപുത്രൻ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. അത് കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ പാട്ടാണ് കർത്തൃകാഹളം എന്നുള്ള പാട്ട്. ഈ നാഗൽ സാഹിബിന്റെ മറ്റൊരു ഇംഗ്ലീഷിൽ നിന്നുള്ള വേറൊരു പാട്ടാണ് വിതച്ചിടുക നാം സ്വർഗത്തിന്റെ വിത്താം ക്രിസ്ത്യൻ സുവിശേഷം ഹൃദയങ്ങൾ. അതും ഇതേപോലെ തന്നെ എഴുതിയൊരു പാട്ടാണ്. എന്നാൽ എനിക്കതിൽ കൂടുതൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് നിന്നിഷ്ടം ദേവ ആയിടട്ടെ ഞാനോ മൺപാത്രം. ഹാവ് ദൈൻ ഓൺ വേ എന്നുള്ള പാട്ടിനെ മാറ്റി എഴുതിയതാണ്, മൊഴിമാറ്റം ചെയ്ത് എഴുതിയതാണ് നിന്നിഷ്ടം ദേവ ആയിടട്ടെ എന്നുള്ളത്. വളരെ ഭംഗിയായ രീതിയിൽ ഇദ്ദേഹം പാട്ടുകൾ എഴുതിയപ്പോൾ തന്നെ ഇദ്ദേഹത്തെ വിമർശിക്കുവാൻ ചില ആളുകൾ ഉണ്ടായിരുന്നു. ഈ അടുത്തിടയ്ക്ക് യേശുവിൽ എൻ തോഴനെ കണ്ടേൻ എന്നുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ട് എഴുതിയത് നാഗലാണോ എന്നൊരു സംശയം പറഞ്ഞുകൊണ്ട് ഒരാൾ ഈ അടുത്തിടയ്ക്ക് എന്നെ വിളിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു 100 വർഷം മുമ്പ് ഉള്ള എഴുത്തുകുത്തുകളാണ്, എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, നമുക്കത് വിശ്വസിക്കാനേ തരവുള്ളൂ. എങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, എങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയൂ, ഇത് ആരാണ് എഴുതിയെന്ന് നിങ്ങൾ പറയും. തെളിയിക്കാൻ പറ്റുന്നത് അവർക്കും തെളിയിക്കാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ പേരിൽ ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ കിടക്കുന്ന ഒരു പാട്ടാണ് യേശുവിലെ. ആ പാട്ടും ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. യേശുവീലൻ തോഴനെ കണ്ടേ എനിക്കെല്ലാമായവനെ 10,000ങ്ങളിൽ
ഏറ്റം സുന്ദരനേ ഷാരോനിൻ പനിനീർ പുഷ്പം. ആ പാട്ട് ഷാരോനിലെ പനിനീർ പുഷ്പം എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ വർണ്ണിക്കുന്ന പാട്ട്. ആ ഇംഗ്ലീഷിലെ ആ എഴുതി വെച്ചിരിക്കുന്ന വരികളെക്കാളും ഭംഗിയായി നാഗൽ സാഹിബ് എഴുതുകയുണ്ടായി. ഇതേപോലെ തന്നെ പറയുമ്പോൾ നമ്മുടെ തൊമ്മി ഉപദേശി എഴുതിയ പാട്ട് ഉണ്ട്, യേശു മതി എനിക്ക് യേശു മതി. യേശുവിനെ കുറിച്ച് തന്നെയായിരുന്നു ഇവരുടെ എഴുത്തുകളെല്ലാം, രണ്ടുപേരുടെയും എഴുത്തുകൾ. വന്ദനം പൊന്നേശുനാഥ, വന്ദനം യേശുപര, സ്തോത്രമേശുവേ സ്തോത്രമേശുവേ. ഏതൊരു രോഗക്കിടക്കയിലും പോയി ആളുകൾക്ക് ആശ്വാസമായി പാടാൻ പറ്റുന്ന പാട്ടാണ് സ്തോത്രമേശുവേ സ്തോത്രമേശുവേ. ഈ പാട്ട് ഇതൊക്കെ പാടിക്കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ നമ്മുടെ പഴയ കാലങ്ങൾ, എന്നേക്കാൾ പ്രായമുള്ളവർ കൂടി ഇരിക്കുന്നു. പി എൻ ജോസാറിനെ പോലുള്ള ആളുകളെ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ അവർക്ക് തോന്നും അവരുടെ പഴയ കാലങ്ങളിലേക്ക് അവർ പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുറച്ചു മുമ്പ് ഞാൻ പി എൻ ജോസാറിന്റെ പേര് കണ്ടു, അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം അവരുടെയൊക്കെ പഴയ കാലങ്ങളിൽ അവരുടെ മാതാപിതാക്കൾ പണ്ട് പാടിക്കേട്ട പാട്ടുകൾ ഇന്നും ജീവിക്കുന്നു. 100 വർഷം കഴിഞ്ഞിട്ട്, 110 വർഷം കഴിഞ്ഞിട്ട് ഈ പാട്ടുകൾ ജീവിക്കുന്നു നമ്മളിലൂടെ. മുദ്രാവാക്യം പറയും, ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുന്ന മുദ്രാവാക്യം. അതുപോലെ തന്നെ പറയുന്നു, പ്രിയപ്പെട്ട തൊമ്മി ഉപദേശിയുടെയും ഗാനങ്ങൾക്ക്, നാഗൽ സാഹിബിന്റെ ഗാനങ്ങൾക്ക് മരണമില്ല, അതിന്നും നമ്മിലൂടെ ജീവിക്കുന്നു. അതിന്റെ ഉദാഹരണമാണല്ലോ ഷാർജയിൽ ഇരിക്കുന്ന ജോർജ് ജെയിംസ് അച്ചായന്റെ മകൾ അനുഷ നാട്ടിൽ നിന്നും ഈ രാത്രിയിൽ അല്ലെങ്കിൽ ഈ 11-ാം മണിക്ക് ഈ പാട്ട് പാടണമെന്ന് മുൻപേ ഉള്ള ഉദ്ദേശമായിരുന്നു. അത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. കാരണം 110 വർഷം മുമ്പ് പാട്ട് ഇന്നേ ദിവസം പാടണമെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഗാനങ്ങളെല്ലാം തന്നെ നമുക്ക് നൽകുന്ന ഒരു വലിയൊരു പ്രത്യാശയുണ്ട്. ആ ഒരു പ്രത്യാശ എന്ന് പറയാം, അതാണല്ലോ നാം ഈ ലോകത്ത് ജീവിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മുടെ കർത്താവിന്റെ വരവ് അധികം താമസിക്കത്തില്ല എന്നുള്ള ലക്ഷണങ്ങൾ ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതേ അവസരം തന്നെ ആ പാട്ടിനെ കുറിച്ചുകൂടെ പറഞ്ഞില്ലെങ്കിൽ ഒട്ടും ശരിയാവുകയില്ല. നാഗൽ സാഹിബിന്റെയോ അല്ലെങ്കിൽ തൊമ്മി ഉപദേശിയുടെ പാട്ടല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതൻ, വന്ധ്യപുരോഹിതനാണ് ബോബി ജോസ് കട്ടിക്കാട്, ഫാദർ ബോബി ജോസ് കട്ടിക്കാട്. ചെരുപ്പില്ലാതെ ഈ ഷാർജയിലെ മരുഭൂമിയിൽ അദ്ദേഹത്തെ ഞാൻ കാണുകയുണ്ടായി. ചെരുപ്പില്ല. കപ്പൂച്ചിൻ വിഭാഗത്തിലുള്ള പ്രിയപ്പെട്ട അച്ഛൻ ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാല് ഷൂസ് ഇടുന്ന ആളുടെ കാലിനേക്കാളും വൃത്തിയായിട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു രൂപകമുണ്ട്. ആ രൂപകം രണ്ടുപേർ ഒരു പള്ളിയിൽ കുമ്പസാരിക്കാൻ ചെന്ന രണ്ടുപേരെ കുറിച്ചുള്ള ഒരു രൂപകമാണ്. അവർ രണ്ടുപേരൂടെ പള്ളിയിൽ കുമ്പസാരം കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഒരു മഴ പെയ്യുന്നു. ഈ മഴയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ മഴ ഇനി എപ്പം തോരാനാ? എനിക്ക് വീട്ടിൽ പോയിട്ട് ഒത്തിരി കാര്യം, കുമ്പസാരം കഴിഞ്ഞിട്ട് വെളിയിറങ്ങിക്കുന്ന ആളാണ് ഞാൻ, എങ്ങനെ വീട്ടിലേക്ക് പോകും? വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് പറയുന്നു. ഈ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റയാൾ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല സഹോദര, ആ മഴ കുറയും, നമുക്ക് പോകാം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മഴ കുറയുന്നു, അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോകും. ക്യാൻസർ രോഗബാധിതനായിട്ട് ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട സാജനച്ചൻ, മർത്തോമ സഭയിലെ സാജനച്ചൻ ഈ പറഞ്ഞ രൂപകത്തെ ഒരു പാട്ടാക്കി മാറ്റി. ആ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്നുള്ള ആ പ്രശസ്തമായ ആ ഗാനം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് നമ്മൾ ഏവരും പാടേണ്ട ഒരു പാട്ട് തന്നെയാണത്. അതിലെ വരികൾ എത്ര സിമ്പിൾ ആയിട്ടുള്ള വരികളാണ്. ഞാൻ നാഗൽ സാഹിബിന്റെയും തൊമ്മി ഉപദേശിയുടെയും പാട്ടുകളെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴെല്ലാം തന്നെ ഈ പാട്ടിന്റെ വരികളും എന്നെ വളരെയധികം വല്ലാതെ മനസ്സിലേക്ക് കയറിയ പാട്ടുകളാണ്. ഈ കൊറോണ കാലം സത്യത്തിൽ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചല്ലേ. ഈ കഴിഞ്ഞ മെയ് 14-ാം തീയതിയാണ് UAE പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിച്ചത്. എല്ലാ സമൂഹങ്ങളും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, യഹൂദ സമുദായങ്ങളെല്ലാം തന്നെ എല്ലാവരോടെ ചേർന്ന് ഒരുമിച്ച് മെയ് 14-ാം തീയതി പ്രാർത്ഥന ആരംഭിച്ചു. ലോക്ക്ഡൌൺ ആയതുകൊണ്ടും 1-2 ദിവസങ്ങളിൽ ജോലിക്ക് പോകുന്നത് കൊണ്ടും വർഷങ്ങൾക്ക് ശേഷം മുടങ്ങിക്കിടന്ന പ്രാർത്ഥന ഞാനും ആരംഭിക്കുവാൻ ഈ ലോക്ക്ഡൌൺ കാലം സത്യത്തിൽ നമുക്ക് അവസരമുണ്ടാക്കി. രാവിലെ 6:30
കുടുംബത്തിനോടൊപ്പം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. വർഷങ്ങൾക്ക്, കാരണം മുൻപ് 6:30 എന്നുള്ള UAE സമയം എന്നെ സംബന്ധിച്ച് ഓഫീസിലേക്ക് പോകുന്ന തത്രപ്പാടായിരുന്നു, അല്ലെങ്കിൽ മക്കളെ സ്കൂളിൽ വിടുന്നതിനുള്ള കുടുംബത്തിന്റെ തത്രപ്പാടിനിടയിൽ ഞാനും കൂടെ ചേരുന്നതായിരുന്നു. പക്ഷെ ഈ ലോക്ക്ഡൌൺ കാലത്തിൽ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഒരു അവസരത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ 20 വർഷത്തോളമാകുന്നു പ്രവാസിയായിട്ട്. അങ്ങനെ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ആ പാട്ടിൽ പറയുന്ന വരികൾ കൃത്യമായിട്ട് ഓർക്കും. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തിനരികിൽ അവനുള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഈ കൊറോണ കാലം നമ്മിൽ നിന്ന് അകന്നു പോകും. ഇത് ശിശിരകാലത്തെ മരം ഇലകൾ പൊഴിക്കുന്നത് പോലെയുള്ള ഒരു കാലമായിട്ട് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഈ മരത്തിൽ പിന്നീടും ഇലകൾ അനവധി വരും. ഈ അനവധി വന്നിട്ട് അതിൽ ഫലങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയല്ല, അതെന്റെ വിശ്വാസമാണ്. ഇന്ന് എന്നെ മുഴുവൻ പേരുടെയും വിശ്വാസമാണ്. ലോകമെങ്ങും, ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ എല്ലാവരുടെയും വിശ്വാസമാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. റോജിൻ വിശ്വാസം പറയുമ്പോൾ ഈ പുതിയ ഒരു പാട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടെ പറഞ്ഞിട്ട് ഒന്ന് ഞാൻ ഇപ്പൊ ഒന്ന് പ്ലേ ചെയ്യാം. ആ പാട്ട്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടെ. അലക്സ, പ്രിയപ്പെട്ട ബിജോ കളിക്കലൊക്കെ പാടുന്ന പാട്ട് കാണാൻ വേണ്ടി പറ്റി. ഇത് പഴയ പാട്ടാണ് കേട്ടോ. ഞാൻ പഴയ പാട്ട്, അത്ര പഴയ പാട്ടല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, അവിചാരിതമായിട്ടാണ് പ്രിയപ്പെട്ട അലക്സാന് ഈ പാട്ട് ഇവിടെ ഇത് പ്ലേ ചെയ്തത്. ഇത് എന്റെ ഒരു സുഹൃത്താണ്, സുനിൽ പത്തനാപുരം എന്ന് പറഞ്ഞ എന്റെ ഒരു സുഹൃത്ത്. അദ്ദേഹം എഴുതിയ പാട്ടാണ്. നമുക്ക് ഈ പാട്ടായാലും ശരി, ഒരു ലേഖനമായാലും ശരി, ഇതൊക്കെ ഒന്ന് പ്രസിദ്ധീകരിക്കണം, അല്ലെങ്കിൽ ഇതിനൊരു സംഗീതം കൊടുത്ത് ഒരു ഹിറ്റാക്കണം എന്നൊരു ആഗ്രഹമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത് മറ്റുള്ളവരെ സമീപിക്കും, അല്ലെ? നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരെ സമീപിക്കുമ്പോൾ അവര് പറയും, ഞാൻ നോക്കാം. ഇവിടെ ഗൾഫിൽ കാണുന്നല്ലേ, ഒരു CV വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും, ഞാൻ നോക്കാൻ പറയാം, ജോലി നമുക്ക് റെഡിയാക്കി തരാം എന്ന് പറയും. പക്ഷെ മേടിച്ചിട്ട് അത് അതുപോലെ കൊണ്ടുവെക്കുന്ന ഒരു രീതിയാണ്. ഇതേപോലെ ഈ സുനിൽ പത്തനാപുരം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകന്റെ ഈ പാട്ട് കൊടുത്തു, ഇത് ഒന്ന് കറക്റ്റ് ചെയ്യണേ, നോക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. അദ്ദേഹം അത് മറന്നുപോയി. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ വരികളും ഇദ്ദേഹവും മറന്നുപോയി. പിന്നീട് അദ്ദേഹം ഒരു രാത്രിയിൽ കുത്തിക്കുറിച്ച വരികളാണ് ഈ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നുള്ളത്. വളരെ ഭംഗിയായ രീതിയിൽ ആ വരികൾ അദ്ദേഹം വീണ്ടും എഴുതിക്കൊണ്ടായി. മലയാളി ക്രൈസ്തവരാണെങ്കിൽ കൺവെൻഷനുകളിലും അതുപോലെ തന്നെ യോഗങ്ങളിലും ഒക്കെ വിശ്വാസത്തോടു കൂടി പാടുന്ന ഈ പാട്ടുകൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 15 വർഷത്തെ പഴക്കമുണ്ട്. ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷം കൊണ്ടാണ് ഇത്ര പോപ്പുലറായിട്ട് ഈ ഗാനം മാറിയതും. ഇദ്ദേഹം ഈ സുനിൽ ഇവിടെ ഷാർജയിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആ ദേവദാസനെ കണ്ടിട്ടുമുണ്ട്. വളരെ സന്തോഷം ആ പാട്ടും അവിചാരിതമായിട്ട് ഇതിനിടയിലേക്ക് കടന്നു വന്നത്. പ്രിയപ്പെട്ട എനിക്ക് ഷാർജയിലെ പ്രിയപ്പെട്ട YMCA പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, സാർ ജോർജ് വില്യംസിന്റെ അദ്ദേഹത്തിന്റെ രക്ഷകർത്തൃത്വത്തിൽ ലോകത്ത് ആരംഭിച്ച YMCA ഇന്ന് ലോകത്തെ ഏറ്റവും വളരെയധികം മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷനായി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാലഘട്ടത്തിൽ കാണിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അത് മറ്റുള്ളവർക്കും സമൂഹത്തിനും എല്ലാം തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നാട്ടിൽ നിന്നും പങ്കെടുത്ത ഇതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, എന്റെ പ്രിയപ്പെട്ട പഴയ സുഹൃത്ത്, കാരണം എന്റെ ബാലയനസഖ്യം കാലങ്ങളിൽ ഞങ്ങൾ വ്യക്തിത്വമാണ്, ലഭിച്ചായെന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ കാണുന്നത്. ഈ ലൈവിൽ കൂടെ എങ്കിലും ഒന്ന് ലൈവായിട്ട് ഇങ്ങനെ കാണുന്ന ഒരു അവസരം ഈ കൊറോണ കാലത്ത് ഉണ്ടായ, അതിലും ഒത്തിരി സന്തോഷമുണ്ട്.
പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും എനിക്ക് നല്ല വാക്കുകളാണ് പറയാൻ വേണ്ടിയുള്ളത്. ഇത് എത്ര നേരം സമയം? 9:30 റോജിൻ, നമുക്കപ്പം മൈൻഡപ്പ് ചെയ്യാം. അതാ ഞാൻ ചോദിച്ചത്. അതെന്ന് വെച്ചാൽ അതോട് ചോദിക്കേണ്ട ഒരു അത്യാവശ്യമാണല്ലോ. എന്തായാലും ശരി, ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട നാഗൽ സാഹിബിന്റെയും ഇതുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ടോ പറയേണ്ട വിഷയങ്ങളല്ല. പാട്ടുകൾ അനവധി നമ്മുടെ മുമ്പാകെ ഇങ്ങനെ ഇരിക്കുകയാണ്. നാഗൽ സാഹിബിന്റെ അനവധി പാട്ടുകളെ കുറിച്ചും അതുപോലെ തന്നെ പലവിധ പാട്ടിന്റെ ചരിത്രത്തെ കുറിച്ചും ഒക്കെ പറയേണ്ട പേപ്പറുകൾ നമ്മുടെ മുമ്പാകെ ഉണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം ഈ സൂം ഒക്കെ കഴിഞ്ഞിട്ട് ഷാർജയിലെ YMCAയില് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. ഏത് നിമിഷവും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ പാട്ടുകളെ കുറിച്ചല്ല, നാഗൽ സാഹിബിന്റെ മാത്രമല്ല, കഴിഞ്ഞ ഏറിയ വർഷങ്ങളായിട്ട് ഉള്ള ഈ പാട്ട്, ഓരോ 10 വർഷത്തെയും പാട്ടുകളെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ഒരു അവസരം. എനിക്ക് പ്രിയപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതിലൂടെ എനിക്ക് പാടാൻ ഉള്ള അറിവില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഈ പാട്ടുകളെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം ഈ കൊറോണ കാലത്ത് എനിക്ക് ഉണ്ടായി. പ്രത്യേകിച്ച് ഈ 2 വ്യക്തികളുടെ പാട്ടുകളെ കുറിച്ച് സംസാരിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ പ്രിയപ്പെട്ട ഷാർജ YMCAയിലെ പ്രവർത്തകരോട് എല്ലാവരോടും തന്നെയുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കേരളത്തിൽ കീർത്തന സാഹിത്യത്തെ ഏറ്റവും കൂടുതൽ വലുതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അനേക വ്യക്തിത്വങ്ങളുണ്ട്. സഭാ വ്യത്യാസം എന്നീ ഈ വ്യക്തിത്വങ്ങളെ എല്ലാം തന്നെ ആദരിക്കേണ്ടത് നമ്മിൽ നിക്ഷിപ്തമായ കർത്തവ്യമാണ്. YMCA തീർച്ചയായും ഇങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുത്തതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഒത്തിരി കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരം പറയുകയാണ്. പ്രത്യേകിച്ച് ആബേലച്ചനെ പോലെയുള്ളവരുടെ പാട്ട്, അതുപോലെ തന്നെ പനച്ചിക്കൽ അച്ഛനെ കുറിച്ചുള്ള പാട്ടുകൾ, ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ സമൂഹത്തിലെ ആബേലച്ചന്റെ എന്നുള്ള പാട്ട്, ഗാൽഗുൽത്ത മലയിൽ നിന്നുള്ള പാട്ട്, പൊന്നൊടിയിൽ കല്ലറ മിന്നുന്ന പാട്ട് ആബേലച്ചൻ എഴുതിയ പാട്ടുകളാണ്. അതുപോലെ തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ എന്നുള്ള പാട്ട് എഴുതിയ ഇവരുടെയൊക്കെ പാട്ടുകളെ കുറിച്ച് പനച്ചിക്കൽ അച്ഛന്റെ പാട്ട് പാടിയ രാധികാ തിലക് 10 ലക്ഷം കോപ്പിയാണ് കാസറ്റുകൾ വിറ്റുപോയത്. കേരളത്തിലെ ഏറ്റവും വലിയ റെക്കോർഡാണ്. ഇങ്ങനെയൊക്കെയുള്ള എത്രയോ പാട്ടുകൾ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിന്, നമ്മുടെ ആളുകൾക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി പറ്റി. സ്നേഹപ്രവാഹം എന്ന് പറയുന്ന ആൽബത്തിൽ കൂടെ ഇറക്കിയ എത്രയോ വലിയ പാട്ടുകൾ, യഹൂദയായ ഒരു ഗ്രാമത്തിൽ, ആബേലച്ചന്റെ കാസറ്റ് രാജാക്കന്മാർ രാജാവേ, ടോമിൻ തച്ചങ്കരി അതിനുശേഷം വന്നപ്പോൾ എഴുതിയ രക്ഷക എന്റെ പാപഭാരം, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ, ഇങ്ങനെ എത്രയോ പാട്ടുകളാണ് നമ്മുടെ ക്രൈസ്തവ സംഭാവന ചെയ്തത്. അതുപോലെ തന്നെ അജിത് കുമാർ എഴുതിയ ഇത്രത്തോളം യഹോവ സഹായിച്ചു, അങ്ങനെ എത്രയോ പാട്ടുകൾ. അതുപോലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗാനമാണ് പ്രിയപ്പെട്ട ഭക്തവത്സലൻ എന്ന കവി അല്ലെങ്കിൽ സംഗീത ഹാർട്ട് ബീറ്റ്സിന്റെ പഴയ ഡയറക്ടർ എഴുതിയ പാട്ട്, പരിശുദ്ധൻ മഹോന്നത ദേവൻ പരനെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതി സ്വർഗീയ ദേവനാം ദൈവം, ആഹാഹാ എന്നുള്ള പാട്ട്. ഇങ്ങനെ എത്രയോ പാട്ടുകൾ. ഞാൻ ഷാർജയിലും ദുബായിലുമുള്ള എന്റെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളെ കൂടി ഈ അവസരം ഓർക്കുകയാണ്. അവരൊക്കെ ക്രിസ്തീയ സാഹിത്യ വേദിയിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സംഗീത വേദിയിലൊക്കെ വളരെ ഭംഗിയായ രീതിയിലുള്ള ഗാനങ്ങൾ അവതരിപ്പിക്കുന്നവരാണ്. അവരെയൊക്കെ തീർച്ചയായിട്ടും ഈ UAEയിലുള്ള അല്ലെങ്കിൽ YMCAയുടെ പ്രവർത്തകർ നിങ്ങൾ കണ്ടെത്തണം. അവർക്കൊക്കെ അവസരം കൊടുത്ത് എന്നേക്കാൾ ഭംഗിയായ രീതിയിൽ ഈ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കും. പ്രത്യേകം എന്റെ ചില സുഹൃത്തുക്കളെ ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ട ജോർജ് മാത്യു ചെറിയത്ത് ഉരുകുന്നൻ മാനസം എന്നുള്ളൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. മൃദുവായി എന്നൊരു പാട്ട് ജോർജ് മാത്യു ചെറിയത്ത്, മലങ്കര കത്തോലിക്ക സഭാ വിശ്വാസിയായ പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത്. അതുപോലെ കാൽവറിക്കുന്നിൽ നാഥൻ യാഗമായി തീർന്നു എഴുതിയ പ്രിയപ്പെട്ട സ്റ്റാൻലി ജോൺ. അതുപോലെ പ്രാക്കളെ പോൽ നാം പറന്നിടുമേ എന്നുള്ള പാട്ട് എഴുതിയ ലിബിനി കട്ടപ്പുറം, ഇന്നയോളം എന്നെ നടത്തി എന്നുള്ള പാട്ട് എഴുതിയ ഗ്രഹാം വർഗീസ്. ഇവരെയൊക്കെ ഞാൻ ഷാർജയിലും ദുബൈയിലുമുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവരെയൊക്കെ ഞാൻ ഓർക്കുന്നു. തീർച്ചയായിട്ടും YMCAയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഇത്രയും നേരം ക്ഷമയോടുകൂടി എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കേവർക്കും എന്റെയും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. നാളുകൾക്ക് ശേഷം പ്രിയപ്പെട്ട സന്തോഷമുള്ള ചില മുഖങ്ങളെ ഈ ചെറിയ സ്ക്രീനിലെങ്കിലും കാണുവാൻ സാധിച്ചതിൽ ഉള്ള നന്ദിയും ഈ അവസരം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥന എന്റെയും ജീവിതത്തിൽ വലുതാണ് എന്ന് ഞാൻ കരുതുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത് കേൾക്കുന്നവരുണ്ട്, ഇത് കാണുന്നവരുണ്ട്. നിങ്ങളെ എല്ലാവരെയും തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, അനവധി നന്മകൾ നൽകട്ടെ. നമുക്ക് ഏവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ കൊറോണ എന്ന മഹാമാരി, പോലെ തന്നെ ഇതൊരു മഹാമാരി തന്നെയാണ്. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ തന്നെ ഈ മഹാമാരി ഈ ലോകത്ത് നിന്നും മാറുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
ഒരിക്കൽ കൂടി ഷാർജ YMCAക്ക് എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു റോജിൻ. എക്യുമെനിക്കൽ കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോൺ ഫിലിപ്പ് ഇപ്പോൾ നന്ദി അറിയിക്കും. അതിനുശേഷം ശ്രീ ജോൺ മാത്യു പ്രാർത്ഥിക്കുന്നതാണ്. ഷാജി ഐക്കർ ആശീർവാദവും പറയുന്നതാണ്. ജോൺ ഫിലിപ്പ്. ക്രിസ്തുയേശുവിലെ അവർക്കും സ്നേഹവന്ദനം. പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജോജി അച്ഛനും നമുക്ക് സന്ദേശം നൽകിയ ലെബി ഫിലിപ്പും നമ്മോടൊപ്പം ഇല്ല എങ്കിലും ഔപചാരികയുടെ പേരിൽ അവർക്കുള്ള നന്ദി ആദ്യമേ അർപ്പിക്കുന്നു. എന്തതിശയമേ ഗാനങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മെ പുതിയൊരു ലോകത്തിലേക്ക് നടത്തിക്കൊണ്ട് പോയ ശ്രീ റോജിൻ പൈനമൂടിനോടുള്ള ഷാർജ YMCAയുടെ നന്ദിയും കടപ്പാടും നിങ്ങളുടെ ഏവരുടെയും പേരിൽ അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടുതലായിട്ട് ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിലുപരി ഇന്ന് ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ച YMCA കുടുംബാംഗങ്ങളും ഗസ്റ്റായിട്ട് പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ജോൺ മാത്യു അങ്കിളെ. ഓക്കെ, കേൾക്കാവോ? കേൾക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ സന്ധ്യയിൽ കർത്താവെ ഞങ്ങൾക്ക് YMCA ആയിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ ആചരിക്കുവാൻ കർത്താവെ തന്ന കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കർത്താവെ ഈ പാട്ടിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോരുത്തരും നേടിയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇതിൽ സഹകരിച്ചു മക്കളുടെയും കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവെ അവിടുത്തെ സന്നിധിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വൈശോർത്ത് പ്രാർത്ഥിക്കുന്ന YMCAയുടെ പ്രവർത്തനങ്ങൾ കർത്താവെ വീണ്ടും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വെക്കുന്ന കർത്താവെ കൃപയിൽ ഓരോ മക്കളെയും കർത്താവെ കാത്തു പരിപാലിച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ പ്രത്യേകിച്ച് പ്രത്യേക സാഹചര്യത്തിൽ കർത്താവെ മക്കളൊക്കെയും കാത്തു പരിപാലിക്കുന്ന കൃപകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല റിസൾട്ട് നിങ്ങളെ കൊടുത്തല്ലോ, നന്ദിയോടെ കർത്താവെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും പലപഠനങ്ങളിലും ഒക്കെ ഇതിന്റെ കൃപ കൂടുതലായി അവിടുന്ന് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കുടുംബാംഗങ്ങളെ എല്ലാവരുടെ താഴ്ത്തേൽപ്പിക്കുന്നു. കർത്താവെ ഈ സന്ദേഹങ്ങളിൽ ഞങ്ങൾ കർത്താവെ ഇതിൽ ആയിരിക്കാനും കർത്താവെ നിന്നെ പാടി സ്തുതിപ്പാന് വചനത്തിൽ നോക്കുകയും കേൾക്കുവാനും തന്ന വലിയ കൃപയായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ തുറന്നും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും YMCA ഭാരവാഹികളെ എല്ലാം കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ പ്രവർത്തനങ്ങളെ കർത്താവെ ഇവർക്ക് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്ധ്യകൾ കർത്താവെ ഞങ്ങൾ വിശ്രമിക്കുന്നു. നിന്റെ സുഖകരമായ ഉറക്കം ഞങ്ങൾക്ക് തരണമേ കർത്താവെ. വീണ്ടും പ്രഭാതം കണ്ട് കർത്താവെ നിന്നെ സ്തുതിപ്പാനും അവിടുന്ന് ഇടയാക്കുമാറാണമേ. യേശുക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ നിങ്ങൾ താഴ്മ അപേക്ഷിക്കുന്ന ഒരുപാട് കേൾക്കുമാറാണമേ. അലക്സ് എന്ന ആശീർവാദം പറഞ്ഞു. അലക്സ് കീകാട്ടില്ല ആശീർവാദം പറഞ്ഞു. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേകത്തിന്റെ സ്നേഹവും സഹവാസവും കർത്താവെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഈ പരിപാടിയോടും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനോടും യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയാക്കണമേ. ആമീൻ. ആമീൻ. Oh.